ഹലോ ഡിയേഴ്സ്, വെൽക്കം ബാക്ക് ടു ഫീന സ്റ്റഡി റൂം. അപ്പോൾ ഇന്ന് നമ്മൾ 2020 യു പി സ്കൂൾ അസിസ്റ്റൻറ്റിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പറിൻ്റെ അനുബന്ധ വിവരങ്ങളാണ് കേട്ടോ നോക്കുന്നത്. മൂന്നാമത്തെ ക്വസ്റ്റ്യൻ പേപ്പറായി നമ്മൾ നോക്കാൻ ഇപ്പം നമ്മളുടെ ഇന്ന് 5ാമത്തെ ദിവസമാണ് അല്ലേ. അപ്പം എല്ലാവരും പുതുതായിട്ട് കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങൾ കൂട്ടുകാരിലേക്ക് ഷെയർ ചെയ്യുക. നിങ്ങൾ വീഡിയോക്ക് മുമ്പ് തന്നെ ഒന്ന് ലൈക്ക് അടിച്ചിട്ട് വീഡിയോ കണ്ടു തുടങ്ങുക. അപ്പോൾ നമ്മൾ എത്രയും എഫേർട്ട് ഇട്ടിട്ടാണ് നിങ്ങൾക്ക് ഓരോന്നും പറഞ്ഞ് വായിച്ചൊക്കെ തരുന്നത്. അപ്പോൾ നിങ്ങളതുപോലെ നിങ്ങളുടെ സപ്പോർട്ടും പ്രതീക്ഷിക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടാകുമെന്ന് വിശ്വസിച്ചുകൊണ്ട് തുടങ്ങട്ടെ. ഉത്തരങ്ങളും അനുബന്ധ വിവരങ്ങളുമാണ്. അപ്പോൾ അതിൽ ഒന്നാമത്തെ ക്വസ്റ്റ്യൻ്റെ ആൻസറാണ് കേട്ടോ. ആൻസറും അതിൻ്റെ അനുബന്ധ വിവരങ്ങളുമാണ്. പിന്നെ ഇതിന് മുമ്പ് പറഞ്ഞതുപോലെ തന്നെ ഇതിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പർ മുന്നേ ഞാൻ അപ്ലോഡ് ചെയ്യുന്നുണ്ടാവും. ആ ഒരു വീഡിയോ പ്ലേലിസ്റ്റിൽ എല്ലാം ഉണ്ടാവും. അപ്പോൾ നിങ്ങൾ ആ ഒരു പ്ലേലിസ്റ്റ് എടുത്ത് നോക്കിയിട്ട് ആ ക്വസ്റ്റ്യൻ പേപ്പർ കണ്ടതിന് ശേഷം വേണം ഈ ഒരു ആൻസർ അനുബന്ധ വിവരങ്ങളിലേക്ക് വരാൻ വേണ്ടിയിട്ട്. ഓക്കെ ആണല്ലോ. അപ്പോൾ നമുക്ക് തുടങ്ങാം. 2021 പത്മഭൂഷൺ നേടിയ മലയാളി KS ചിത്രയാണ് 2021 പത്മഭൂഷൺ നേടിയിട്ടുള്ളത്. 2021 പത്മഭൂഷൺ നേടിയിട്ടുള്ള പത്മശ്രീ നേടിയ മലയാളികളാണ് OM നമ്പ്യാർ, കൈതപ്രം ദാമോദരൻ നമ്പൂതിരി, ഡോക്ടർ ധനഞ്ജയ് ദിവാകരൻ. വൈദ്യശാസ്ത്രത്തിലാണ് KK രാമചന്ദ്രൻ പുലവർ, തോൽക്കുത്ത് പാവക്കളി, ബാലൻ പൂത്തേരി. സാഹിത്യം. ഇനി അടുത്ത ക്വസ്റ്റ്യൻ്റെ ആൻസറാണ് നോക്കാം. സ്വതന്ത്രത്തിന് മുമ്പ് ഏറ്റവും കൂടുതൽ കാലം തുടർച്ചയായിട്ട് INC പ്രസിഡൻ്റായിരുന്ന വ്യക്തിയാണ് മൗലാന അബ്ദുൽ കലാം ആസാദ്. INC പ്രസിഡൻ്റായിരുന്ന ഏറ്റവും പ്രായം കുറഞ്ഞ വ്യക്തി ആരാണ്? മൗലാന അബ്ദുൽ കലാം ആസാദാണ്. ആസാദ് എന്ന തൂലികാ നാമത്തിൽ രചന നടത്തിയ വ്യക്തിയാണ് മൗലാന അബ്ദുൽ കലാം ആസാദ്. യൂണിവേഴ്സിറ്റി ഗ്രാൻഡ് കമ്മീഷണറും IITയും നിലവിൽ വരുമ്പോൾ വിദ്യാഭ്യാസ മന്ത്രി മൗലാന അബ്ദുൽ കലാം ആസാദ് ആയിരുന്നു. IITക്ക് ആ പേര് നൽകിയത് വ്യക്തി മൗലാന അബ്ദുൽ കലാം ആസാദ്. 1948 സർവകലാശാല വിദ്യാഭ്യാസ കമ്മീഷനെ രാധാകൃഷ്ണൻ കമ്മീഷൻ നിയമിച്ച വിദ്യാഭ്യാസ മന്ത്രിയാണ് മൗലാന അബ്ദുൽ കലാം ആസാദ്. മെക്കയിൽ ജനിച്ച സ്വതന്ത്ര സമര സേനാനിയാണ് മൗലാന അബ്ദുൽ കലാം ആസാദ്. സ്വാതന്ത്ര്യാനന്തര ഇന്ത്യയിൽ നിലവിൽ വന്ന ആദ്യ മന്ത്രിസഭയിൽ വിദ്യാഭ്യാസത്തിനൊപ്പം അബ്ദുൽ കലാം ആസാദ് കൈകാര്യം ചെയ്ത വകുപ്പ് ശാസ്ത്ര ഗവേഷണമാണ്. മൗലാന അബ്ദുൽ കലാം ആസാദിൻ്റെ ആത്മകഥ ഇന്ത്യ വിൻസ് ഫ്രീഡം. മൗലാന അബ്ദുൽ കലാം ആസാദ് ആരംഭിച്ച മാസികകൾ അൽ ബലാഗ്, അൽ ഹിലാൽ, ലിസാൻ, അൽ സിദ്ദീഖ്. മൗലാന അബ്ദുൽ കലാം ആസാദിൻ്റെ മരണാനന്തര ബഹുമതിയായി ഭാരതരത്ന ലഭിച്ച വർഷം 1992. മൗലാന അബ്ദുൽ കലാം ആസാദിൻ്റെ ജന്മദിനമായ നവംബർ 11 ദേശീയ വിദ്യാഭ്യാസ ദിനമായി ആചരിക്കുന്നു. സ്വതന്ത്ര ഇന്ത്യയിലെ പ്രഥമ മന്ത്രിസഭ ജവഹർലാൽ നെഹ്റു പ്രധാനമന്ത്രി വിദേശകാര്യം. ജവഹർലാൽ നെഹ്റു പ്രധാനമന്ത്രിയായിരുന്നു, വിദേശകാര്യവും കൂടിയിട്ട്. പിന്നെ സർദാർ വല്ലഭായ് പട്ടേൽ ആണെങ്കിൽ ഉപപ്രധാനമന്ത്രിയും ആഭ്യന്തരവുമാണ്. ബൽദേവ് സിംഗ് പ്രതിരോധം. ഷൺമുഖം ഷെട്ടി ധനകാര്യം. BR അംബേദ്കർ നിയമം. ജോൺ മത്തായി റെയിൽവേ ഗതാഗതം. ശ്യാമപ്രസാദ് മുഖർജി വ്യവസായം. മൗലാന അബ്ദുൽ കലാം ആസാദ് വിദ്യാഭ്യാസം. രാജകുമാരി അമൃത് കൗർ ആരോഗ്യം. ഡോക്ടർ രാജേന്ദ്ര പ്രസാദ് ഭക്ഷ്യം കൃഷി. ജഗ് ജീവൻ റാം തൊഴിൽ. നിരഹരി വിഷ്ണു ഗാഡ്ഗിൽ പൊതുമരാമത്ത് ഊർജം. CH ബാബ വാണിജ്യം. റാഫി അഹമ്മദ് ഹിദ്വൈ വാർത്താവിനിമയം. ഗോപാലസ്വാമി അയ്യങ്കാർ വകുപ്പില്ല മന്ത്രി. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. GST ഉദ്ഘാടനം ചെയ്തത്. GST നിലവിൽ വന്നത് എന്നാണെന്നാണ് ആ ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നത്. 2017 ജൂലൈ 1 GST ഉദ്ഘാടനം ചെയ്തത് പ്രണവ് മുഖർജിയും നരേന്ദ്രമോദിയും കൂടിയിട്ടാണ്. ദേശീയ സംസ്ഥാന തലങ്ങളിലായിട്ട് നിലനിന്നിരുന്ന വിവിധ തരം പരോക്ഷ നികുതികൾക്കു പകരം ദേശീയ തലത്തിൽ ഏർപ്പെടുത്തിയ ഏകീകൃതവും പരോക്ഷവുമായിട്ടുള്ള മൂല്യവർദ്ധിത നികുതിയാണ് GST. GSTയുടെ പൂർണ്ണരൂപം ഗുഡ്സ് ആൻഡ് സർവീസ് ടാക്സ്. ഇന്ത്യയിൽ GST നിലവിൽ വന്നത് 2017 ജൂലൈ 1 GSTയുടെ ആപ്തവാക്യം വൺ നാഷൻ, വൺ ടാക്സ്, വൺ മാർക്കറ്റ്. GST നടപ്പിലാക്കിയ ആദ്യ രാജ്യം ഫ്രാൻസ്. 1954 ഫ്രാൻസിൽ ആദ്യമായിട്ട് നടപ്പിലാക്കിയിട്ടുള്ളത്. GST നടപ്പിലാക്കാൻ ഭരണഘടന അനുസരിച്ച് പകുതിയിലധികം സംസ്ഥാനങ്ങളുടെ അംഗീകാരം ആവശ്യമാണ്. GST ബില്ല് പാസാക്കിയ ആദ്യ ഇന്ത്യൻ സംസ്ഥാനം ആസാമാണ്. GST ബില്ല് പാസാക്കിയ രണ്ടാമത്തെ സംസ്ഥാനം ബീഹാർ.
GST ബില്ല് പാസാക്കിയ 16ാമത്തെ സംസ്ഥാനം ഒഡീഷ. GSTയുമായിട്ട് ബന്ധപ്പെട്ട ഭരണഘടനാ ഭേദഗതി 101. GSTയുമായി ബന്ധപ്പെട്ട ഭരണഘടനാ ഭേദഗതി ബില്ല് 122. GSTയുമായി ബന്ധപ്പെട്ട ഭരണഘടനാ വകുപ്പ് 246A. സ്റ്റേറ്റ് GST ബില്ല് പാസാക്കിയ ആദ്യ സംസ്ഥാനം തെലുങ്കാന. സ്റ്റേറ്റ് GST ബില്ല് കേരള നിയമസഭ പാസാക്കിയത് 2017 ഓഗസ്റ്റ് 17. GSTയുടെ പ്രചാരണത്തിനായി കേന്ദ്ര സർക്കാർ നിയോഗിച്ച ബോളിവുഡ് നടൻ അമിതാഭ് ബച്ചൻ. GSTയുടെ കീഴിൽ വരുന്ന നികുതി നിരക്കുകൾ 0%, 5%, 12%, 18%, 28%. ഇനി കേരളത്തിലെ GST ഭവൻ സ്ഥിതി ചെയ്യുന്നത് തിരുവനന്തപുരം. അടുത്ത ക്വസ്റ്റ്യൻ, ഇന്ത്യയിലെ ഏറ്റവും വലിയ ജയിലാണ് തീഹാർ ജയിൽ. ഇന്ത്യയിലെ ഏറ്റവും വലിയ ജയിൽ ഏതാണെന്ന് ചോദിച്ചാൽ തീഹാർ ജയിലാണ്. സ്വന്തമായ റേഡിയോ നിലയം തുടങ്ങിയ ആദ്യ ജയിലാണ് തീഹാർ ജയിൽ. ഇന്ത്യയിൽ ഏറ്റവും വലിയ രണ്ടാമത്തെ ജയിൽ എർവാദ ജയിലാണ്, പൂനെയിലാണ്. 1957 തീഹാർ ജയിൽ നിർമ്മിക്കപ്പെട്ടത്. സെല്ലുലാർ ജയിൽ സ്ഥിതി ചെയ്യുന്നത് ആൻഡമാൻ നിക്കോബാർ ദ്വീപിലാണ്. വിനോദസഞ്ചാരത്തിനായിട്ട് തുറന്നുകൊടുത്ത ആദ്യത്തെ ജയിലാണ് തീഹാർ ജയിൽ. കേരളത്തിൽ ജയിൽ വകുപ്പിൻ്റെ ചരിത്രം ആരംഭിക്കുന്നത് 1956 കേരള സംസ്ഥാന രൂപവൽക്കരണത്തോടെയാണ്. കേരളത്തിലെ ഏറ്റവും പഴക്കം ചെന്ന ജയിലാണ് 1961 ആരംഭിച്ച കോഴിക്കോട് സ്പെഷ്യൽ സബ് ജയിൽ. സംസ്ഥാനത്തെ ആദ്യത്തെ തുറന്ന ജയിൽ നെട്ടുകാൽ തേരി, തിരുവനന്തപുരം. സംസ്ഥാനത്തെ ആദ്യത്തെ തുറന്ന വനിതാ ജയിലാണ് പൂജപ്പുര. സംസ്ഥാനത്തെ ജയിൽ സംസ്ഥാനം തിരുവനന്തപുരം, പൂജപ്പുര. പോക്സോ പ്രൊട്ടൻഷൻ ഓഫ് ചിൽഡ്രൻ ഫ്രം സെക്ഷൽ ഒഫൻസ് നിലവിൽ വന്ന വർഷം 2012 നവംബർ 14. 18 വയസ്സിന് താഴെയുള്ള കുട്ടികൾക്കാണ് ഈ നിയമപ്രകാരം സംരക്ഷണം നൽകുന്നത്. പോക്സോ നിയമം സംബന്ധിച്ച പ്രശ്നങ്ങൾ കൈകാര്യം ചെയ്യുന്നത് വനിതാ ശിശു വികസന മന്ത്രാലയം. കുറ്റകൃത്യങ്ങൾക്ക് പറ്റിയും ശിക്ഷാ നടപടികളെ പറ്റിയും പരാമർശിക്കുന്ന പോക്സോ നിയമത്തിലെ വകുപ്പ് ഭാഗം 2 സെഷൻ 3(11). ഈ നിയമത്തിൽ ആൺപെൺ വ്യത്യാസമില്ലാതെ കുട്ടി എന്നാണ് ഉപയോഗിച്ചിരിക്കുന്നത്. സബ് ഇൻസ്പെക്ടർ റാങ്കിങ്ങിൽ കുറയാതെ ഒരു വനിതാ പോലീസ് ഉദ്യോഗസ്ഥയെ മൊഴി രേഖപ്പെടുത്തുവാൻ ചുമതലപ്പെടുത്തുന്നതാണ് അഭികാമ്യം. മൊഴി രേഖപ്പെടുത്തുമ്പോൾ പോലീസ് ഉദ്യോഗസ്ഥർ യൂണിഫോം ധരിക്കാൻ പാടുള്ളതല്ല. കുട്ടികൾക്ക് എതിരെയുള്ള അതിക്രമണങ്ങൾ തടയുന്നതിനായി അവിടെ അടുത്തുള്ള കേന്ദ്ര ശിശുക്ഷേമ മന്ത്രാലയം ആരംഭിച്ച ഓൺലൈൻ കംപ്ലൈൻറ്റ് മാനേജ്മെൻറ്റ് സിസ്റ്റം പോക്സോ ഇ-ബോക്സ് ഉദ്ഘാടനം ചെയ്തത് മേനകാ ഗാന്ധി. പോക്സോ ഭേദഗതി നിയമം 2019 ലോക്സഭ പാസാക്കിയത് 2019 ഓഗസ്റ്റ് 1. പോക്സോ ഭേദഗതി നിയമം 2019 രാജ്യസഭ പാസാക്കിയത് 2019 ജൂലൈ 24. പോക്സോ ഭേദഗതി നിയമം 2019 പ്രസിഡന്റിൻ്റെ അംഗീകാരം ലഭിച്ചത് 2019 ഓഗസ്റ്റ് 5. പോക്സോ നിയമ ഭേദഗതി നിയമം 2019 നിലവിൽ വന്നത് 2019 ഓഗസ്റ്റ് 6. അടുത്ത ക്വസ്റ്റ്യൻ, മഴക്കാലത്ത് നദികൾ ഉൾക്കൊള്ളാനാവാത്തത്ര ജലം ഒഴുകിയെത്തുമ്പോൾ അവ കരകവിഞ്ഞ് ഒഴുകി എന്ന പ്രതിഭാസമാണ് വെള്ളപ്പൊക്കം. 1341 ഉണ്ടായ വെള്ളപ്പൊക്കത്തെക്കുറിച്ച് പ്രതിപാദിക്കുന്ന ഗ്രീക്ക് പണ്ഡിതനായ പ്ലിനിയുടെ ഗ്രന്ഥമാണ് നാച്ചുറൽ ഹിസ്റ്ററി. കേരളത്തിലെ 99 വെള്ളപ്പൊക്കം എന്നറിയപ്പെടുന്ന വെള്ളപ്പൊക്കം നടന്ന വർഷം 1924. കേരളത്തിൽ മഹാപ്രളയം ഉണ്ടായത് 2018 ഓഗസ്റ്റിലാണ്. കേരളത്തിൽ ഉരുൾപൊട്ടലുണ്ടായ പ്രധാന സ്ഥലങ്ങൾ അമ്പൂരി, തിരുവനന്തപുരം 2001, വെണ്ണിയാണി, ഇടുക്കി 2001, പുല്ലൂരാംപാറ കോഴിക്കോട് 2012, ചീയപ്പാറ ഇടുക്കി 2013, കവളപ്പാറ മലപ്പുറം 2019, പുത്തുമല വയനാട് 2019, പെട്ടിമുടി ഇടുക്കി 2020. കൈറ്റ് പദ്ധതിയുടെ പൂർണ്ണരൂപം കേരള ഇൻഫ്രാസ്ട്രക്ചർ ആൻഡ് ടെക്നോളജി ഫോർ എഡ്യൂക്കേഷൻ. കൈറ്റ് പദ്ധതി നിലവിൽ വന്ന വർഷം 2017. വിദ്യാഭ്യാസ മേഖലയുടെ ആധുനികവൽക്കരണം, വിദ്യാഭ്യാസത്തിൻ്റെ വിവരസാങ്കേതിക വിദ്യയുടെ ഉപയോഗം എന്നിവയാണ് ലക്ഷ്യം. കിഫ്ബി പദ്ധതിയുടെ ആദ്യ ധനസഹായം ലഭിച്ച പദ്ധതി കൈറ്റ്. കേരളത്തിലെ പൊതുവിദ്യാലയങ്ങളിൽ IT അധിഷ്ഠിത പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകുന്ന സർക്കാർ കമ്പനിയാണ് കൈറ്റ്. പൊതുവിദ്യാഭ്യാസ വകുപ്പിൻ്റെ ഭാഗമായ IT സ്കൂൾ പ്രോജക്റ്റ് ആണ് കൈറ്റ് ആയി മാറിയത്. IT സ്കൂൾ പ്രോജക്റ്റ് രൂപീകൃതമായ വർഷം 2001. വിക്ടേഴ്സ് ചാനലിൽ വിദ്യാഭ്യാസ പരിപാടികളുടെ പ്രക്ഷേപണം സാധ്യമാക്കുന്നത് കൈറ്റ് പ്ലാറ്റ്ഫോമിലൂടെ. അധ്യാപകർക്കും വിദ്യാർത്ഥികൾക്കും രക്ഷിതാക്കൾക്കും പൊതുജനങ്ങൾക്കും പരിശീലനം നൽകാൻ കൈറ്റ് ഏർപ്പാടാക്കിയ ഓൺലൈൻ പോർട്ടലാണ് കൂൾ എന്ന് പറയുന്നത്. കൈറ്റ് ഓപ്പൺ ഓൺലൈൻ ലേണിംഗ്. അധ്യാപകർക്കും വിദ്യാർത്ഥികൾക്കും
ടെക്സ്റ്റ് ബുക്ക്, ഹാൻഡ് ബുക്ക് എന്നിവ ലഭ്യമാക്കുന്ന ഓൺലൈൻ പോർട്ടലാണ് സമഗ്ര. സ്കൂൾ വിദ്യാർത്ഥികളുടെ അഡ്മിഷൻ രേഖകൾ, ട്രാൻസ്ഫർ സർട്ടിഫിക്കറ്റ് മുതലായ എല്ലാ രേഖകളുടെയും ഏകമാന ഉറവിടം സമ്പൂർണ്ണ. അടുത്ത ക്വസ്റ്റ്യൻ. ഇന്ത്യയുടെ ആദ്യ ഉപരാഷ്ട്രപതി ഡോക്ടർ എസ് രാധാകൃഷ്ണൻ. ഇന്ത്യയുടെ രണ്ടാമത്തെ രാഷ്ട്രപതിയാണ് ഡോക്ടർ എസ് രാധാകൃഷ്ണൻ. എതിരില്ലാതെ ഉപരാഷ്ട്രപതിയായിട്ട് തെരഞ്ഞെടുക്കപ്പെട്ട ആദ്യ വ്യക്തി ഡോക്ടർ എസ് രാധാകൃഷ്ണനാണ്. ഭരണഘടനാ പദവിയിലിരിക്കെ ഭാരതരത്നം നേടിയ ആദ്യ വ്യക്തിയാണ് ഡോക്ടർ എസ് രാധാകൃഷ്ണൻ. ഇന്ത്യയിൽ ആദ്യമായി ദേശീയ അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ച രാഷ്ട്രപതി ഡോക്ടർ എസ് രാധാകൃഷ്ണനാണ്. 1962 ഒക്ടോബർ 26. രാജ്യസഭയുടെ പിതാവ് എന്നറിയപ്പെടുന്നത് ഡോക്ടർ എസ് രാധാകൃഷ്ണൻ. പ്രധാന പുസ്തകങ്ങൾ: ഹിന്ദു, വ്യൂ ഓഫ് ലൈഫ്, ഇന്ത്യൻ ഫിലോസഫി. ദക്ഷിണേന്ത്യയിൽ നിന്നുള്ള ആദ്യ രാഷ്ട്രപതി ഡോക്ടർ എസ് രാധാകൃഷ്ണൻ. തത്വചിന്തകനായിട്ടുള്ള രാഷ്ട്രപതി ഡോക്ടർ എസ് രാധാകൃഷ്ണൻ്റെ ജന്മദിനമായിട്ടുള്ള സെപ്റ്റംബർ 5 ദേശീയ അധ്യാപക ദിനമായി ആചരിക്കുന്നു. ഉപരാഷ്ട്രപതിയായിട്ടുള്ള ആദ്യ മലയാളി ഉപരാഷ്ട്രപതിയായ ആദ്യ മലയാളി കെ.ആർ. നാരായണൻ. തിരഞ്ഞെടുക്കപ്പെട്ട ആദ്യ ഉപരാഷ്ട്രപതി ഡോക്ടർ സക്കീർ ഹുസൈനാണ്. രാഷ്ട്രപതിയുടെ ചുമതല വഹിച്ച ശേഷം ഉപരാഷ്ട്രപതിയായ ഏക വ്യക്തിയാണ് മുഹമ്മദ് ഹിദായത്തുള്ള. ഏറ്റവും പ്രായം കൂടിയ ഉപരാഷ്ട്രപതി ബൈറോൺ സിംഗ് ഷെഖാവത്ത്. ഏറ്റവും പ്രായം കുറഞ്ഞ ഉപരാഷ്ട്രപതി ബി.ഡി. ചെട്ടി. പദവിയിലിരിക്കെ അന്തരിച്ച ഏക ഉപരാഷ്ട്രപതിയാണ് കിഷൻ കാന്ത്. ഏറ്റവും കൂടുതൽ കാലം ഇന്ത്യയുടെ ഉപരാഷ്ട്രപതിയായിരുന്നത് ഡോക്ടർ ഹമീദ് അൻസാരി. ഏറ്റവും കുറച്ച് കാലം ഇന്ത്യയുടെ ഉപരാഷ്ട്രപതിയായിരുന്നത് വി ഗിരി. ഇന്ത്യയുടെ ആദ്യത്തെ രാഷ്ട്രപതി ഡോക്ടർ രാജേന്ദ്ര പ്രസാദ്. 2 തവണ രാഷ്ട്രപതിയായിരുന്ന ഏക വ്യക്തി ഡോക്ടർ രാജേന്ദ്ര പ്രസാദ്. ആദ്യ മുസ്ലിം രാഷ്ട്രപതി സക്കീർ ഹുസൈൻ. അധികാരത്തിലിരിക്കെ അന്തരിച്ച ആദ്യ രാഷ്ട്രപതിയാണ് സക്കീർ ഹുസൈൻ. അധികാരത്തിലിരിക്കെ അന്തരിച്ച രണ്ടാമത്തെ രാഷ്ട്രപതി ഫക്രുദ്ദീൻ അലി അഹമ്മദ്. ഏറ്റവും കൂടുതൽ ഓർഡിനൻസുകൾ പുറപ്പെടുവിച്ച ഇന്ത്യൻ രാഷ്ട്രപതി ഫക്രുദ്ദീൻ അലി അഹമ്മദ്. പോക്കറ്റ് വീറ്റോ ഉപയോഗിച്ച ആദ്യ രാഷ്ട്രപതിയാണ് ഗ്യാനി സെയിൽ സിംഗ്. ലോക്സഭാ സ്പീക്കറായ ശേഷം രാഷ്ട്രപതിയായ വ്യക്തി നീലം സഞ്ജീവ റെഡ്ഡി. ഏറ്റവും കൂടുതൽ കാലം ഇന്ത്യൻ രാഷ്ട്രപതിയായിരുന്നത് ഡോക്ടർ രാജേന്ദ്ര പ്രസാദ്. ഏറ്റവും കുറച്ചുകാലം ഇന്ത്യൻ രാഷ്ട്രപതിയായിരുന്നത് സക്കീർ ഹുസൈനാണ്. ഇന്ത്യൻ രാഷ്ട്രപതിമാർ: രാജേന്ദ്ര പ്രസാദ് 1950-62, എസ് രാധാകൃഷ്ണൻ 1962-67, സക്കീർ ഹുസൈൻ 1967-69, വി ഗിരി 1969-74, ഫക്രുദ്ദീൻ അലി അഹമ്മദ് 1974-77, നീലം സഞ്ജീവ റെഡ്ഡി 1977-82, ഗ്യാനി സെയിൽ സിംഗ് 1982-87, ആർ വെങ്കിട്ടരാമൻ 1987-92, ശങ്കർ ദയാൽ ശർമ്മ 1992-97, കെ.ആർ. നാരായണൻ 1997-2002, എ.പി.ജെ. അബ്ദുൽ കലാം 2002-2007, പ്രതിഭ പാട്ടീൽ 2007-2012, പ്രണബ് മുഖർജി 2012-2017, രാംനാഥ് കോവിന്ദ് 2017-2022, ദ്രൗപദി മുർമു 2022. തുടരുന്നു. എതിരില്ലാതെ തിരഞ്ഞെടുക്കപ്പെട്ട ഏക രാഷ്ട്രപതിയാണ് നീലം സഞ്ജീവ റെഡ്ഡി. ഏറ്റവും കുറഞ്ഞ പ്രായത്തിൽ രാഷ്ട്രപതിയായത് ദ്രൗപദി മുർമു. ഏറ്റവും കൂടിയ പ്രായത്തിൽ രാഷ്ട്രപതിയായത് കെ.ആർ. നാരായണനാണ്. ഏറ്റവും കൂടിയ ഭൂരിപക്ഷത്തിൽ വിജയിച്ച രാഷ്ട്രപതി കെ.ആർ. നാരായണൻ. ഏറ്റവും കുറഞ്ഞ ഭൂരിപക്ഷത്തിൽ വിജയിച്ച രാഷ്ട്രപതി വി ഗിരി. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ വോട്ട് ചെയ്ത ആദ്യ രാഷ്ട്രപതി കെ.ആർ. നാരായണൻ. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വോട്ട് ചെയ്ത ആദ്യ രാഷ്ട്രപതി എ.പി.ജെ. അബ്ദുൽ കലാം. രാഷ്ട്രപതി തെരഞ്ഞെടുപ്പിൽ മത്സരിച്ച ആദ്യ മലയാളി വി.ആർ. കൃഷ്ണയ്യർ. കേരള ഗവർണർ ആയതിനു ശേഷം രാഷ്ട്രപതിയായ ഏക വ്യക്തി വി ഗിരി. മിസൈൽ മാൻ ഓഫ് ഇന്ത്യ എന്നറിയപ്പെടുന്ന ഇന്ത്യൻ രാഷ്ട്രപതി എ.പി.ജെ. അബ്ദുൽ കലാം. മേജർ ജനറൽ പൃഥ്വിരാജ് എന്നറിയപ്പെട്ടിരുന്ന രാഷ്ട്രപതി എ.പി.ജെ. അബ്ദുൽ കലാം. ഇന്ത്യൻ രാഷ്ട്രപതിയായ 15ാമത്തെ വ്യക്തി ദ്രൗപദി മുർമു.
അടുത്ത ക്വസ്റ്റ്യൻ, ജമ്മു കാശ്മീരിന് പ്രത്യേക പദവി നൽകുന്ന ഇന്ത്യൻ ഭരണഘടനയിലെ 370 വകുപ്പ് റദ്ദാക്കിക്കൊണ്ട് രാഷ്ട്രപതി വിജ്ഞാപനം ഇറക്കിയത് 2019 ഓഗസ്റ്റ് 5. ജമ്മു കാശ്മീർ വിഭജിച്ച് ജമ്മു കാശ്മീർ, ലഡാക്ക് എന്നീ 2 കേന്ദ്രഭരണ പ്രദേശങ്ങളാക്കുന്നതിനുള്ള ബില്ല് രാജ്യസഭ പാസാക്കിയത് 2019 ഓഗസ്റ്റ് 5. ബില്ല് ലോക്സഭ പാസാക്കിയത് 2019 ഓഗസ്റ്റ് 6. രാഷ്ട്രപതി അനുമതി നൽകിയത് 2019 ഓഗസ്റ്റ് 9. ജമ്മു കാശ്മീരിൻ്റെ ആദ്യ ലഫ്റ്റനന്റ് ഗവർണർ ഗിരീഷ് ചന്ദ്ര മുർമു. നിലവിൽ മനോജ് സിൻഹ. ജമ്മു കാശ്മീരിൻ്റെ ഭരണം ഇനി ഏത് ആർട്ടിക്കിളിനെ അടിസ്ഥാനമാക്കിയിട്ടായിരിക്കും? ആർട്ടിക്കിൾ 239. ജമ്മു കാശ്മീരിൻ്റെ സംബന്ധിച്ച് ഭരണഘടനാ വ്യവസ്ഥകൾ പരിഹരിക്കാൻ രാഷ്ട്രപതി പ്രയോഗിച്ച വകുപ്പ് 370. ജമ്മു കാശ്മീരിനെ വിഭജന ബില്ല് പാർലമെൻറ്റിൽ അവതരിപ്പിച്ചത് അമിത് ഷാ. ജമ്മു കാശ്മീർ, ലഡാക്ക് എന്നീ കേന്ദ്രഭരണ പ്രദേശങ്ങളുടെ പൊതു ഹൈക്കോടതി ജമ്മു കാശ്മീർ ഹൈക്കോടതി. ജമ്മു കാശ്മീരിൻ്റെ നിയമസഭയുടെ കാലാവധി 5 വർഷം. ലഡാക്കിൻ്റെ നിലവിലെ ലഫ്റ്റനന്റ് ഗവർണറാണ് രാധാകൃഷ്ണ മാത്തൂർ. അടുത്ത ക്വസ്റ്റ്യൻ, 2020 വനിതാ T20 ലോകകപ്പ് റണ്ണറപ്പ് ഇന്ത്യ. 2020 T20 ലോകകപ്പ് വേദി ഓസ്ട്രേലിയ. 2020 T20 ക്രിക്കറ്റിന് തുടക്കം കുറിച്ച വർഷം 2003. ഇംഗ്ലണ്ടിൽ T20 ഇൻ്റർനാഷണൽ ക്രിക്കറ്റിൽ സെഞ്ചുറി നേടിയ ആദ്യ താരം ക്രിസ് ഗെയിലാണ്. അന്താരാഷ്ട്ര T20 ക്രിക്കറ്റിൽ 4 സെഞ്ചുറികൾ നേടുന്ന ആദ്യ താരം രോഹിത് ശർമ്മ. അന്താരാഷ്ട്ര T20 ക്രിക്കറ്റിൽ 100 മത്സരം തികച്ച ആദ്യ പുരുഷ താരം രോഹിത് ശർമ്മ. കേരള ക്രിക്കറ്റ് അസോസിയേഷൻ്റെ നിലവിലെ പ്രസിഡന്റ് ജയേഷ് ജോർജ്. BCCI ബോർഡ് ഓഫ് കൺട്രോൾ ഫോർ ക്രിക്കറ്റ് ഇൻ ഇന്ത്യ നിലവിൽ വന്ന വർഷം 1928. BCCIയുടെ ആസ്ഥാനം മുംബൈ. ഇന്ത്യൻ ക്രിക്കറ്റ് കൺട്രോൾ ബോർഡിൻ്റെ നിലവിലെ പ്രസിഡന്റ് റോജർ ബിന്നി. BCCIയുടെ നിലവിലെ CEO ഹേമാങ് അമീനാണ്. ICC ഇൻ്റർനാഷണൽ ക്രിക്കറ്റ് കൗൺസിൽ സ്ഥാപിതമായ വർഷം 1909. ICCയുടെ ആസ്ഥാനം ദുബായ്. ICCയുടെ ഇപ്പോഴത്തെ ചെയർമാൻ ഗ്രേഗ് ബാർക്ലേ. ഇന്ത്യ ലോകകപ്പ് ക്രിക്കറ്റ് കിരീടം ആദ്യമായി നേടിയ വർഷം 1983. ഇന്ത്യ ആദ്യമായി ലോകകപ്പ് നേടുമ്പോൾ ഇന്ത്യൻ ക്യാപ്റ്റൻ കപിൽ ദേവ്. ഇന്ത്യ രണ്ടാമതായി ലോകകപ്പ് നേടിയ വർഷം 2011. ഇന്ത്യ രണ്ടാമതായി ലോകകപ്പ് നേടുമ്പോൾ ഇന്ത്യൻ ക്യാപ്റ്റൻ മഹേന്ദ്ര സിംഗ് ധോണി. ആദ്യ T20 ലോകകപ്പ് നേടിയ രാജ്യം ഇന്ത്യ. ആദ്യ T20 ലോകകപ്പ് ഇന്ത്യ നേടിയ വർഷം 2007. ആദ്യ T20 ലോകകപ്പ് ഇന്ത്യ നേടുമ്പോൾ ഇന്ത്യൻ ക്യാപ്റ്റൻ മഹേന്ദ്ര സിംഗ് ധോണി. ടെസ്റ്റിലും ഏകദിനത്തിലും ഏറ്റവും കൂടുതൽ റൺസ് നേടിയ താരം സച്ചിൻ ടെണ്ടുൽക്കർ. ഇന്ത്യയുടെ പരമോന്നത സിവിലിയൻ പുരസ്കാരം ഭാരതരത്ന നേടിയ ആദ്യ ക്രിക്കറ്റ് താരം സച്ചിൻ ടെണ്ടുൽക്കർ. 2022 ICC പുരുഷ T20 ലോകകപ്പിൽ വേദി ഓസ്ട്രേലിയ. 2022 ICC T20 ലോകകപ്പ് വിജയി ഇംഗ്ലണ്ടാണ്. അന്താരാഷ്ട്ര T20 ക്രിക്കറ്റിൽ 2000 റൺസ് നേടിയ ആദ്യ ഇന്ത്യൻ വനിതാ താരം മിതാലി രാജ്. പുരുഷന്മാരുടെ അന്താരാഷ്ട്ര T20 ക്രിക്കറ്റിൽ ഏറ്റവും വേഗത്തിൽ 2000 റൺസ് തികച്ച താരം വിരാട് കോഹ്ലി. പുരുഷന്മാരുടെ അന്താരാഷ്ട്ര T20 ക്രിക്കറ്റിൽ ഏറ്റവും ആദ്യം 2500 റൺസ് തികച്ച ഇന്ത്യൻ താരം രോഹിത് ശർമ്മ. ഇറാനി ട്രോഫി, രഞ്ജി ട്രോഫി, ദുലീപ് ട്രോഫി, വിജയ് ഹസാരെ ട്രോഫി, ദിയോദർ ട്രോഫി എന്നിവ ക്രിക്കറ്റുമായി ബന്ധപ്പെട്ടതാണ്. ഇറാനി ട്രോഫി, രഞ്ജി ട്രോഫി, ദുലീപ് ട്രോഫി, വിജയ് ഹസാരെ ട്രോഫി, ദിയോദർ ട്രോഫി ഇത്രയും ക്രിക്കറ്റുമായി ബന്ധപ്പെട്ടിട്ടുള്ള ട്രോഫികളാണ്. 2022 ഏഷ്യ കപ്പ് ക്രിക്കറ്റ് ജേതാക്കൾ ശ്രീലങ്ക. വേദി UAE. 2023 ICC വനിതാ T20 ലോകകപ്പ് വേദി സൗത്ത് ആഫ്രിക്ക. 2024 ICC പുരുഷ T20 ലോകകപ്പ് വേദി വെസ്റ്റ് ഇൻഡീസ് USA. 2023 ഏകദിന ക്രിക്കറ്റ് ലോകകപ്പ് വേദി ഇന്ത്യയാണ്. 2022 IPL ക്രിക്കറ്റ് കിരീടം നേടിയത് ഗുജറാത്ത് ടൈറ്റൻസ്. വേദി ഇന്ത്യ. അടുത്ത ക്വസ്റ്റ്യൻ, ഒരു സർക്യൂട്ടിലെ അമിത വൈദ്യുത പ്രവാഹം ഉണ്ടാകുന്നത് മൂലമുള്ള അപകടങ്ങളിൽ നിന്നും നമ്മെയും ഉപകരണങ്ങളെയും സംരക്ഷിക്കുന്ന സംവിധാനമാണ് സുരക്ഷാ ഫ്യൂസ്. ഫ്യൂസ് വയർ നിർമ്മിച്ചിരിക്കുന്ന ലോഹസങ്കരങ്ങൾ ടിന്നും ലെഡുമാണ്. ഫ്യൂസ് വയറിന് താരതമ്യേന താഴ്ന്ന ദ്രവണാങ്കമാണ് ഉള്ളത്. ഫ്യൂസ് വയറിനെ സർക്യൂട്ടിൽ ബന്ധിപ്പിച്ചിരിക്കുന്ന രീതി ശ്രേണി രീതിയായിട്ടാണ്. ഒരു ഫ്യൂസ് വയറിൻ്റെ പ്രധാന സവിശേഷത ഉയർന്ന പ്രതിരോധവും താഴ്ന്ന ദ്രവണാങ്കവും. ട്രാൻസ്ഫോമറുകളിൽ
ട്രാൻസ്ഫോമറുകളിൽ ഉപയോഗിക്കുന്ന ഫ്യൂസുകളാണ് ഹൈ വോൾട്ടേജ് ഫ്യൂസുകൾ. ഹൈ വോൾട്ടേജ് ഫ്യൂസുകൾ നിർമ്മിക്കാൻ ഉപയോഗിക്കുന്ന ലോഹങ്ങളാണ് വെള്ളി, ചെമ്പ്, ഈയം. വാഹനങ്ങളിൽ ഉപയോഗിക്കുന്ന ഫ്യൂസുകളാണ് ഓട്ടോമോട്ടീവ് ഫ്യൂസ്. ബാറ്ററികളിലെ പോസിറ്റീവ് ടെർമിനലും നെഗറ്റീവ് ടെർമിനലുകളും തമ്മിൽ മെയിൻസിലെ 2 വയറുകൾ തമ്മിലോ പ്രതിരോധം ഇല്ലാതെ സമ്പർക്കത്തിൽ വരുന്നതിനെ വിളിക്കുന്ന പേര് ഷോർട്ട് സർക്യൂട്ട്. ഒരു സർക്യൂട്ടിൽ താങ്ങാവുന്നതിലധികം പവറുള്ള ഉപകരണങ്ങൾ പ്രവർത്തിക്കുന്നതാണ് ഓവർലോഡിംഗ്. വൈദ്യുത ചാർജുകളുള്ള ഒഴുക്കാണ് വൈദ്യുത പ്രവാഹം. ഒരു സെക്കൻഡിൽ ഒരു ചാലകത്തിലൂടെ ഒഴുകുന്ന വൈദ്യുത ചാർജിൻ്റെ അളവാണ് വൈദ്യുത പ്രവാഹ തീവ്രത. ഒരു ചാലകത്തിലൂടെ വൈദ്യുതി പ്രവഹിക്കണമെങ്കിൽ അതിൻ്റെ അഗ്രങ്ങൾക്കിടയിൽ പൊട്ടൻഷ്യൽ വ്യത്യാസം ഉണ്ടാകണം. ഇലക്ട്രിക് കറണ്ട് അളക്കുന്നതിനുള്ള ഉപകരണം അമ്മീറ്റർ. കറണ്ടിൻ്റെ യൂണിറ്റ് ആംപിയർ, കൂളോം, സെക്കൻഡ്. വണ്ണം കൂടിയ ചാലകങ്ങൾ ആംപിയറേജ് കൂടുതലും വണ്ണം കുറഞ്ഞവയ്ക്ക് ആംപിയറേജ് കുറവും ആയിരിക്കും. ഗേജ് കൂടുന്നതിനനുസരിച്ച് ചാലകത്തിൻ്റെ കനം കുറയുകയും ആംപിയറേജ് കൂടുകയും ചെയ്യുന്നു. ഒരു ചാലക കമ്പിയുടെ വ്യാസത്തിൻ്റെ വിൽക്രമത്തിന് പറയുന്ന പേരാണ് ഗേജെന്ന്. വൈദ്യുത സർക്യൂട്ടിൽ ഉപകരണങ്ങളെ സമാന്തര രീതിയിൽ ഘടിപ്പിക്കുന്നത് കൊണ്ടുള്ള പ്രയോജനം ഓരോ ഉപകരണങ്ങളും പ്രത്യേകം സ്വിച്ചുകൾ ഉപയോഗിച്ച് നിയന്ത്രിക്കാൻ സാധിക്കുന്നു. ഒരേ വോൾട്ടത എല്ലാ ഉപകരണങ്ങളിലും ലഭിക്കുന്നു. യൂണിറ്റുകൾ: നീളം മീറ്റർ, ഭാരം കിലോഗ്രാം, സമയം സെക്കൻഡ്, ഊർജം ജൂള്, താപം ജൂള്, പ്രവൃത്തി ജൂള്, പവർ വാട്ട് ജൂൾ പെർ സെക്കൻഡ്, പ്രതിരോധം ഓം, താപനില കെൽവിൻ, ഡിഗ്രി സെൽഷ്യസ്, ഫാരൻഹീറ്റ്, മർദ്ദം പാസ്കൽ, സാന്ദ്രത കിലോഗ്രാം മീറ്റർ ക്യൂബ്, ആക്കം കിലോഗ്രാം മീറ്റർ സെക്കൻഡ്, ബലം ന്യൂട്ടൺ, വേഗത മീറ്റർ പെർ സെക്കൻഡ്, കാന്തിക മണ്ഡലത്തിൻ്റെ ശക്തി ടെസ്ല, റേഡിയോ ആക്ടിവിറ്റി ബെക്കറൽ, ഇൻഡക്റ്റൻസ് ഹെൻറി, കപ്പാസിറ്റൻസ് ഫാരഡ്, ലുമിനസ് ഇൻറ്റൻസിറ്റി കാൻഡല, ലെൻസിൻ്റെ പവർ ഡയോപ്റ്റർ, പദാർത്ഥത്തിൻ്റെ അളവ് മോള്, വൈദ്യുത പ്രവാഹം ആംപിയർ, വൈദ്യുത ചാർജ് കൂളംബ്, പൊട്ടൻഷ്യൽ വ്യത്യാസം വോൾട്ട്. ശ്രേണി രീതിയിൽ സഫല പ്രതിരോധം കൂടുന്നതിനാൽ ബൾബുകളുടെ പ്രകാശ തീവ്രത കുറയുന്നു. 3-പിൻ പ്ലഗിലെ വലിയ പിൻ സമ്പർക്കത്തിൽ വരുന്ന ലൈനാണ് എർത്ത് ലൈന്. വീടുകളിൽ ലഭിക്കുന്ന വൈദ്യുതി എ സി ആണ്. മൊബൈൽ ഫോൺ ബാറ്ററിയിൽ നിന്നും ലഭിക്കുന്ന വൈദ്യുതി DC ആണ്. AC-യെ DC ആക്കുന്ന ഒരു സംവിധാനമാണ് റെക്ടിഫയർ. റെക്ടിഫയറിലെ പ്രധാന ഭാഗമാണ് ഡയോഡ്. DC-യെ AC ആക്കുന്ന സംവിധാനം ഓസിലേറ്റർ ആണ്. DC-യെ AC ആക്കുന്നത് ഓസിലേറ്റർ. ഇന്ത്യൻ ഇലക്ട്രിസിറ്റി നിയമങ്ങൾ നിലവിൽ വന്ന വർഷം 1956. യൂണിറ്റ് സമയത്തിനുള്ളിൽ ഒരു വൈദ്യുത ഉപകരണം വിനിയോഗിക്കുന്ന വൈദ്യുതോർജ്ജമാണ് പവർ എന്ന് പറയുന്നത്. പവർ യൂണിറ്റ് വാട്ടാണ്. വിവിധ വൈദ്യുത ഉൽപാദന യൂണിറ്റ് വിതരണ സംവിധാനങ്ങളെ പരസ്പരം ബന്ധിപ്പിക്കുന്ന ശൃംഖല പവർ ഗ്രിഡ്. വൈദ്യുത ഊർജ്ജം അളക്കുവാൻ ഉപയോഗിക്കുന്ന ഉപകരണം വാട്ട് അവർ മീറ്റർ. വൈദ്യുതോർജ്ജത്തിൻ്റെ വ്യാവസായിക യൂണിറ്റ് കിലോവാട്ട് അവർ ആണ്. ഗൃഹവൈദ്യുതീകരണത്തിൽ ഉപയോഗിക്കുന്ന സംവിധാനമാണ് സമാന്തര രീതിയിലുള്ള വയറിംഗ് സംവിധാനം. അടുത്ത ക്വസ്റ്റ്യൻ വൈദ്യുത ഉപകരണങ്ങളും ഉപയോഗങ്ങളുമാണ്. കമ്മ്യൂട്ടേറ്റർ വൈദ്യുതിയുടെ ദിശ മാറ്റാൻ ഉപയോഗിക്കുന്നതാണ്. വൈദ്യുതിയുടെ ദിശ മാറ്റാൻ ഉപയോഗിക്കുന്നു. അമ്മീറ്റർ വൈദ്യുത പ്രവാഹം അളക്കാൻ ഉപയോഗിക്കുന്നു. ട്രാൻസ്ഫോമർ AC വോൾട്ടത ഉയർത്തുവാനോ താഴ്ത്തുവാനോ ഉപയോഗിക്കുന്നു. വോൾട്ട് മീറ്റർ പൊട്ടൻഷ്യൽ വ്യത്യാസം അളക്കാൻ ഉപയോഗിക്കുന്നു. റെക്ടിഫയർ AC-യെ DC ആക്കി മാറ്റുന്നതിന് ഉപയോഗിക്കുന്നു. തെർമോമീറ്റർ ഊഷ്മാവ്, മാനോമീറ്റർ വാതകമർദ്ദം, അൾട്ടിമീറ്റർ ഉയരം, ഹൈഗ്രോമീറ്റർ ആർദ്രത, കലോറിമീറ്റർ താപം, ബാരോമീറ്റർ അന്തരീക്ഷമർദ്ദം, ഹൈഡ്രോമീറ്റർ ദ്രാവക സാന്ദ്രത, ലാക്ടോമീറ്റർ പാലിൻ്റെ ശുദ്ധത, പൈറോമീറ്റർ ഉയർന്ന ഊഷ്മാവ്, ഓം മീറ്റർ വൈദ്യുത പ്രതിരോധം, ഓഡിയോമീറ്റർ ശബ്ദ തീവ്രത, വിൻഡ് വെയിൻ കാറ്റിൻ്റെ ഗതി, ടാക്കോമീറ്റർ വിമാനങ്ങൾ, ബോട്ടുകൾ എന്നിവ വേഗത, ഹൈഡ്രോഫോണ് ജലത്തിനടിയിലെ ശബ്ദം, ഫാത്തോമീറ്റർ സമുദ്രത്തിൻ്റെ ആഴം, ക്രോണോമീറ്റർ കപ്പലിലെ സമയ വ്യത്യാസം, ആനിമോമീറ്റർ കാറ്റിൻ്റെ ശക്തിയും വേഗതയും, സക്കാരിമീറ്റർ ഒരു ലായകത്തിൻ്റെ പഞ്ചസാരയുടെ അളവ്. അടുത്ത ക്വസ്റ്റ്യൻ ജലം, ഗ്ലാസ്, വജ്രം, വായു എന്നിവ മാധ്യമങ്ങളെ പ്രകാശിക സാന്ദ്രത കൂടിയ ക്രമത്തിൽ ക്രമീകരിക്കുമ്പോൾ വായു, ജലം, ഗ്ലാസ്, വജ്രം. പ്രകാശിക സാന്ദ്രത ഏറ്റവും കുറവ് ശൂന്യതയിലാണ്. പ്രകാശം ഏറ്റവും വേഗതയിൽ സഞ്ചരിക്കുന്നത് ശൂന്യതയിലാണ്. പ്രകാശത്തിന് വേഗത ഏറ്റവും കുറഞ്ഞ മാധ്യമം വജ്രമാണ്. പ്രകാശ വേഗതയെ സ്വാധീനിക്കുന്ന ഒരു മാധ്യമത്തിൻ്റെ കഴിവാണ് പ്രകാശിക സാന്ദ്രത. പ്രകാശിക സാന്ദ്രത കൂടുമ്പോൾ മാധ്യമത്തിലൂടെയുള്ള പ്രകാശവേഗം കുറയുന്നു.
പ്രകാശിക സാന്ദ്രത കൂടുമ്പോൾ മാധ്യമത്തിലൂടെയുള്ള പ്രകാശവേഗം കുറയുന്നു. പ്രകാശം ഏറ്റവും വേഗതയിൽ സഞ്ചരിക്കുന്നത് ശൂന്യതയിലാണ്. പ്രകാശിക സാന്ദ്രത ഏറ്റവും കുറവുള്ളത് ശൂന്യതയിലാണ്. പ്രകാശിക സാന്ദ്രത ഏറ്റവും കൂടുതലുള്ളത് വജ്രത്തിലാണ്. പ്രകാശിക സാന്ദ്രത കൂടുമ്പോൾ മാധ്യമത്തിലൂടെയുള്ള പ്രകാശവേഗം കുറയുന്നു. അപ്പോൾ വജ്രത്തിലൂടെയുള്ള പ്രകാശവേഗത കുറവായിരിക്കും. പ്രകാശിക സാന്ദ്രത കുറഞ്ഞ മാധ്യമം വായുവാണ്. ഒരു സുതാര്യ മാധ്യമത്തിൽ നിന്നും പ്രകാശ സാന്ദ്രതയിൽ വ്യത്യാസമുള്ള മറ്റൊരു മാധ്യമത്തിലേക്ക് പ്രകാശം ചെരിഞ്ഞു പതിക്കുമ്പോൾ മാധ്യമത്തിൻ്റെ വിഭജന തലത്തിൽ വെച്ച് പ്രകാശത്തിൻ്റെ പാതയ്ക്ക് വ്യതിയാനം സംഭവിക്കുന്ന പ്രതിഭാസമാണ് അപവർത്തനം. പ്രകാശ സാന്ദ്രത കുറഞ്ഞ മാധ്യമത്തിൽ നിന്നും കൂടിയ മാധ്യമത്തിലേക്ക് പ്രകാശരശ്മി പോകുമ്പോൾ അപവർത്തന രശ്മി ലംബത്തോട് അടുക്കുന്നു. പ്രകാശ സാന്ദ്രത കൂടിയ മാധ്യമത്തിൽ നിന്നും കുറഞ്ഞ മാധ്യമത്തിലേക്ക് പോകുമ്പോൾ അപവർത്തന രശ്മി ലംബത്തിൽ നിന്നും അകലുന്നു. പ്രകാശത്തിൻ്റെ ശൂന്യതയിൽ വേഗവും മാധ്യമത്തിൻ്റെ വേഗതയും തമ്മിലുള്ള അനുപാതം സൂചിപ്പിക്കുന്ന സ്ഥിരസംഖ്യ അപവർത്തനാങ്കം. ഒരു മാധ്യമത്തിൽ നിന്നും മാധ്യമത്തെ അപേക്ഷിച്ചിട്ടുള്ള അപവർത്തനാങ്കത്തെ പറയുന്ന പേര് ആപേക്ഷിക അപവർത്തനാങ്കം. ശൂന്യതയെ അപേക്ഷിച്ച് ഒരു മാധ്യമത്തിൻ്റെ അപവർത്തനത്തെ പറയുന്ന പേര് കേവല അപവർത്തനാങ്കം. വ്യത്യസ്ത മാധ്യമത്തിലൂടെയുള്ള പ്രകാശം സഞ്ചരിക്കുന്നത് വ്യത്യസ്ത അളവിലൂടെ ആയിരിക്കുമെന്ന് കണ്ടെത്തിയ ശാസ്ത്രജ്ഞൻ ലിയോൺ ഫുക്കാർട്ട്. പ്രകാശരശ്മി പ്രകാശിക സാന്ദ്രത കൂടിയ മാധ്യമത്തിൽ നിന്നും പ്രകാശിക സാന്ദ്രത കുറഞ്ഞ മാധ്യമത്തിലേക്ക് കടക്കുമ്പോൾ അപവർത്തന കോൺ 90 ഡിഗ്രി ആവുന്ന സന്ദർഭത്തിലെ പതന കോണാണ് ക്രിട്ടിക്കൽ കോൺ എന്ന് പറയുന്നത്. ഗ്ലാസിൻ്റെ ക്രിട്ടിക്കൽ കോൺ 42 ഡിഗ്രി സെൽഷ്യസ് ആണ്. പ്രകാശിക സാന്ദ്രത കൂടിയ മാധ്യമത്തിൽ നിന്നും കുറഞ്ഞ മാധ്യമത്തിലേക്ക് ക്രിട്ടിക്കൽ കോണിനേക്കാൾ കൂടിയ പതന കോണിൽ പ്രകാശരശ്മി പ്രവേശിക്കുമ്പോൾ ആ രശ്മി അപവർത്തനത്തിന് വിധേയമാകാതെ അതേ മാധ്യമത്തിൽ പ്രതിപദിക്കുന്നതാണ് പൂർണ്ണാന്തര പ്രതിപതനം. പതന കോൺ ക്രിട്ടിക്കൽ കോണിനേക്കാൾ കൂടുതൽ ആയിരിക്കുമ്പോഴാണ് പൂർണ്ണാന്തര പ്രതിപതനം സംഭവിക്കുന്നത്. എൻഡോസ്കോപ്പി, വാർത്താവിനിമയ രംഗത്തെ ഒപ്റ്റിക്കൽ ഫൈബർ കേബിളുകൾ എന്നിവയിൽ ഉപയോഗപ്പെടുത്തുന്ന പ്രകാശ പ്രതിഭാസമാണ് പൂർണ്ണാന്തര പ്രതിപതനം. അടുത്ത ക്വസ്റ്റ്യൻ, പ്രകാശം അന്തരീക്ഷ വായുവിലെ പൊടിപടലത്തിൽ തട്ടിയുണ്ടാകുന്ന ഭാഗികമായിട്ടുള്ള പ്രതിഫലനമാണ് വിസരണം. സമുദ്രം നീലനിറമുള്ളതായിട്ട് തോന്നുന്നതിന് കാരണം വിസരണമാണ്. സമുദ്രത്തിൻ്റെ നീലനിറത്തിനുള്ള വിശദീകരണം നൽകിയത് CV രാമൻ. പ്രകാശത്തിൻ്റെ നീലനിറത്തിന് കാരണം വിസരണം. ആകാശത്തിൻ്റെ നീലനിറത്തിന് വിശദീകരണം നൽകിയത് ലോർഡ് റെയ്ലിയാണ്. ഏറ്റവും കൂടുതൽ വിസരണത്തിന് വിധേയമാകുന്ന നിറം വയലറ്റ് ആണ്. ഏറ്റവും കുറവ് വിസരണത്തിന് വിധേയമാകുന്ന നിറം ചുവപ്പാണ്. സാന്ദ്രതാ വ്യത്യാസമുള്ള രണ്ട് മാധ്യമങ്ങൾക്കിടയിലൂടെ പ്രകാശരശ്മി സഞ്ചരിക്കുമ്പോൾ പ്രകാശരശ്മിയുടെ സഞ്ചാരപാതയ്ക്കുണ്ടാകുന്ന വ്യതിയാനമാണ് അപവർത്തനം. നക്ഷത്രങ്ങൾ മിന്നിത്തിളങ്ങുന്നതായി തോന്നാൻ കാരണം അപവർത്തനമാണ്. നക്ഷത്രങ്ങളുടെ നിറം സൂചിപ്പിക്കുന്നത് അവയുടെ താപനിലയെയാണ്. ജലം നിറച്ച ഗ്ലാസിൻ്റെ അടിയിൽ വെച്ചിരിക്കുന്ന നാണയം അല്പം ഉയർന്നതായിട്ട് തോന്നാൻ കാരണം അപവർത്തനം. ജലത്തിൽ താഴ്ത്തി വെച്ചിരിക്കുന്ന ഒരു കമ്പ് വളഞ്ഞതായിട്ട് തോന്നാൻ കാരണം അപവർത്തനം. മരുഭൂമിയിൽ മരീചിക എന്ന പ്രതിഭാസം ഉണ്ടാകാൻ കാരണം പൂർണ്ണാന്തര പ്രതിപതനം. PSC ഉത്തര സൂചക പ്രകാരം അപവർത്തനം. സമന്വിത പ്രകാശം അതിൻ്റെ വർണ്ണങ്ങളായി പിരിയുന്ന പ്രതിഭാസമാണ് പ്രകീർണനം. സൂര്യപ്രകാശമുള്ള പ്രകാശം 7 ഘടകവർണ്ണങ്ങളായി മാറുന്ന പ്രതിഭാസമാണ് പ്രകീർണനം. പ്രകാശപ്രകീർണനത്തിന് കാരണമായിട്ടുള്ള പ്രതിഭാസം അപവർത്തനം. മിനുസമുള്ള പ്രതലത്തിൽ തട്ടി പ്രകാശം തിരിച്ചു വരുന്ന പ്രതിഭാസമാണ് പ്രതിഫലനം. വജ്രത്തിൻ്റെ തിളക്കത്തിന് കാരണമായ പ്രകാശ പ്രതിഭാസം പൂർണ്ണാന്തരിക പ്രതിപതനമാണ്. എൻഡോസ്കോപ്പിയിൽ ഉപയോഗിച്ചിരിക്കുന്ന പ്രകാശ പ്രതിഭാസം പൂർണ്ണാന്തരിക പ്രതിപതനം. ഒപ്റ്റിക്കൽ ഫൈബറുകൾ വഴി വിവരവിനിമയത്തിന് സഹായിക്കുന്ന പ്രകാശ പ്രതിഭാസം പൂർണ്ണാന്തരിക പ്രതിപതനമാണ്. സോപ്പ് കുമിളകളിലും വെള്ളത്തിനും മുകളിലും എണ്ണ പാളികളിലും കാണുന്ന വർണ്ണങ്ങൾക്ക് കാരണമായിട്ടുള്ള പ്രകാശ പ്രതിഭാസം ഇൻ്റർഫെറൻസ് ആണ്. മഴവില്ല് ഉണ്ടാകുവാൻ കാരണമാകുന്ന പ്രകാശ പ്രതിഭാസം പ്രകീർണനമാണ്. ഹൈഡ്രജൻ സാധാരണയായി ഇന്ധനമായി ഉപയോഗിക്കാത്തതിന് കാരണം ഉയർന്ന സ്ഫോടന സാധ്യത. ലോഹഗുണം പ്രദർശിപ്പിക്കുന്ന അലോഹ മൂലകം ഹൈഡ്രജനാണ്. പ്രപഞ്ചത്തിൽ ഏറ്റവും കൂടുതലുള്ള മൂലകം ഹൈഡ്രജൻ. ഏറ്റവും ലഘുവായിട്ടുള്ള ആറ്റം ഉള്ള മൂലകം ഹൈഡ്രജനാണ്. ഏറ്റവും ഭാരം കുറഞ്ഞ മൂലകം ഹൈഡ്രജൻ. ഒരു ഗ്രൂപ്പിലും ഉൾപ്പെടാത്ത മൂലകം ഹൈഡ്രജനാണ്. തുറന്ന പുസ്തകത്തിൻ്റെ ആകൃതിയിലുള്ള ഹൈഡ്രജൻ സംയുക്തമാണ് ഹൈഡ്രജൻ പെറോക്സൈഡ്. ബ്ലീച്ചിങ് ഏജന്റായി
ആയി ഉപയോഗിക്കുന്ന ഹൈഡ്രജൻ സംയുക്തം ഹൈഡ്രജൻ പെറോക്സൈഡ് ആണ്. ഹൈഡ്രജൻ്റെ ഐസോട്ടോപ്പ് ആയിട്ടുള്ള ഡ്യൂട്ടീരിയം ഓക്സിജനുമായിട്ട് പ്രവർത്തിച്ചുണ്ടാകുന്ന സംയുക്തം ഘനജലം. സിങ്കും സൾഫ്യൂരിക് ആസിഡും തമ്മിൽ പ്രവർത്തിച്ച് ഉണ്ടാകുന്ന ജ്വലിക്കുന്ന വാതകമാണ് ഹൈഡ്രജൻ. അപൂരിത എണ്ണകളെ പൂരിതമാക്കുന്നതിന് ഉപയോഗിക്കുന്ന വാതകമാണ് ഹൈഡ്രജൻ. ഹൈഡ്രജൻ വാതകം കണ്ടുപിടിച്ചത് ഹെൻറി കാവൻഡിഷ് ആണ്. ഹൈഡ്രജന് പേര് നൽകിയത് ലാവോസിയെ. ലോഹ സ്വഭാവം കാണിക്കുന്ന വാതകം ഹൈഡ്രജൻ. ഹൈഡ്രജൻ്റെ ആറ്റോമിക നമ്പർ 1 ആണ്. ന്യൂട്രോൺ ഇല്ലാത്ത ഏക മൂലകം ഹൈഡ്രജനാണ്. ഭാവിയിൽ ഇന്ധനം എന്നറിയപ്പെടുന്നത് ഹൈഡ്രജൻ. ഹരിത ഇന്ധനം എന്നറിയപ്പെടുന്നത് ഹൈഡ്രജൻ. സ്വയം കത്തുന്ന വാതകം ഹൈഡ്രജൻ. ആസിഡും ലോഹവും തമ്മിൽ പ്രവർത്തിക്കുമ്പോൾ ഉണ്ടാകുന്ന വാതകം ഹൈഡ്രജൻ. സൂര്യനിൽ, നക്ഷത്രങ്ങളിൽ നിന്നും പ്രപഞ്ചത്തിലും കൂടുതലായിട്ട് കാണപ്പെടുന്ന ലോഹം മൂലകം ഹൈഡ്രജൻ. റോക്കറ്റിൽ ഇന്ധനമായി ഉപയോഗിക്കുന്നത് ദ്രവ ഹൈഡ്രജൻ, ദ്രവ ഓക്സിജൻ. ഹൈഡ്രജൻ്റെ ഐസോട്ടോപ്പുകൾ പ്രോട്ടിയം, ഡ്യൂട്ടീരിയം, ട്രിഷിയം. ഹൈഡ്രജൻ ബോംബിൻ്റെ പ്രവർത്തന തത്വം ന്യൂക്ലിയർ ഫ്യൂഷൻ. ആവർത്തന പട്ടികയിലെ ആദ്യത്തെ മൂലകം ഹൈഡ്രജൻ. ഹൈഡ്രജൻ കണ്ടെത്തിയത് ഹെൻറി കാവൻഡിഷ്. എല്ലാ ആസിഡുകളിലും ഉള്ള പൊതു ഘടകം ഹൈഡ്രജൻ. ഹൈഡ്രജൻ എന്ന പേരിനർത്ഥം ഞാൻ ജലം ഉൽപ്പാദിപ്പിക്കുന്നു. ന്യൂട്രോണുകൾ ഇല്ലാത്ത ഹൈഡ്രജൻ്റെ ഐസോട്ടോപ്പ് പ്രോട്ടിയം. ഒരു ന്യൂട്രോൺ മാത്രമുള്ള ഹൈഡ്രജൻ്റെ ഐസോട്ടോപ്പ് ഡ്യൂട്ടീരിയം. 2 ന്യൂട്രോണുകൾ ഉള്ള ഹൈഡ്രജൻ്റെ ഐസോട്ടോപ്പ് ട്രിഷിയം. ഹൈഡ്രജൻ്റെ റേഡിയോ ആക്റ്റീവ് ആയിട്ടുള്ള ഐസോട്ടോപ്പ് ട്രിഷിയമാണ്. വനസ്പതി നിർമ്മിക്കാൻ ഉപയോഗിക്കുന്ന ഹൈഡ്രജനാണ്. പ്രപഞ്ചം, നക്ഷത്രം, സൂര്യൻ, ഗാലക്സി, നെബുല എന്നിവയിൽ കൂടുതലുള്ളത് ഹൈഡ്രജൻ. ഹൈഡ്രജൻ ബോംബ് കണ്ടുപിടിച്ചത് എഡ്വേർഡ് ടെല്ലർ ആണ്. pH പൊട്ടൻഷ്യൽ ഓഫ് ഹൈഡ്രജൻ സ്കെയിൽ കണ്ടുപിടിച്ചത് സൊറാൻസൺ ആണ്. ചീഞ്ഞ മുട്ടയുടെ ഗന്ധമുള്ള വാതകം ഹൈഡ്രജൻ സൾഫൈഡ്. അടുത്ത ക്വസ്റ്റ്യൻ. ഊർജ്ജ സംരക്ഷണ നിയമം. ഊർജ്ജം നിർമ്മിക്കുവാനോ നശിപ്പിക്കുവാനോ സാധിക്കുകയില്ല. ഊർജ്ജം ഒരു രൂപത്തിൽ നിന്നും മറ്റൊരു രൂപത്തിലേക്ക് മാറ്റുവാൻ സാധിക്കും. ഊർജ്ജ സംരക്ഷണ നിയമം മുന്നോട്ട് വെച്ചത് ആൽബർട്ട് ഐൻസ്റ്റീൻ ആണ്. ദേശീയ ഊർജ്ജ സംരക്ഷണ ദിനം ഡിസംബർ 14. വിവിധ ഊർജ്ജ പരിവർത്തനങ്ങൾ. മിക്സി വൈദ്യുതോർജ്ജം യാന്ത്രികോർജ്ജമായിട്ട് മാറുന്നു. ഫാന് വൈദ്യുതോർജ്ജം യാന്ത്രികോർജ്ജമായിട്ടും ഡയനാമോ യാന്ത്രികോർജ്ജം വൈദ്യുതോർജ്ജമായിട്ട്. റബ്ബർ ബൾബ് വൈദ്യുതോർജ്ജം പ്രകാശോർജ്ജം താപോർജ്ജമായിട്ട് മാറുന്നു. ബാറ്ററി രാസോർജ്ജം വൈദ്യുതോർജ്ജമായിട്ട് മാറുന്നു. മൈക്രോഫോണ് ശബ്ദോർജ്ജം വൈദ്യുതോർജ്ജമായിട്ടും. ഹീറ്റർ വൈദ്യുതോർജ്ജം താപോർജ്ജമായിട്ടും. ലൗഡ് സ്പീക്കർ വൈദ്യുതോർജ്ജം ശബ്ദോർജ്ജമായിട്ടും മാറുന്നു. കേരളത്തിൽ പവർ സ്റ്റേഷനിൽ ഉൽപ്പാദിപ്പിക്കുന്ന വൈദ്യുതിയുടെ വോൾട്ടത 11 kV ആണ്. വൈദ്യുതോർജ്ജം അളക്കാൻ ഉപയോഗിക്കുന്ന ഉപകരണം വാട്ട് അവർ മീറ്റർ. വൈദ്യുതോർജ്ജത്തിൻ്റെ വ്യാവസായിക യൂണിറ്റ് കിലോ വാട്ട് അവർ. ഇന്ത്യയിലെ ഗാർഹികാവശ്യത്തിനുള്ള വൈദ്യുതി ലഭ്യമാക്കുന്ന വോൾട്ടേജ് 220-230 വോൾട്ടേജ്. വിതരണത്തിന് വേണ്ടി വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്ന കേന്ദ്രം പവർ സ്റ്റേഷൻ. വൈദ്യുതിയുടെ പിതാവ് മൈക്കൽ ഫാരഡെ. കാന്തശക്തി ഉപയോഗിച്ച് വൈദ്യുതി ഉൽപ്പാദിപ്പിക്കാമെന്ന് കണ്ടെത്തിയത് മൈക്കൽ ഫാരഡെ. തുടർച്ചയായി ഒരേ ദിശയിൽ പ്രവഹിക്കുന്ന വൈദ്യുതിയാണ് DC നേർധാര വൈദ്യുതി. ക്രമമായ ഇടവേളകളിൽ തുടർച്ചയായി ദിശ മാറിക്കൊണ്ടിരിക്കുന്ന വൈദ്യുതിയാണ് AC പ്രത്യാവർത്തി ധാരാവൈദ്യുതി. അടുത്ത ക്വസ്റ്റ്യൻ. പൊട്ടാസ്യത്തിൻ്റെ ഇലക്ട്രോൺ വിന്യാസം അവിടെ കൊടുത്തിട്ടുണ്ട്. നിങ്ങളൊന്ന് നോക്കുക. ആർഗണിൻ്റേതും കാർബണിൻ്റേതും കൊടുത്തിട്ടുണ്ട്. പൊട്ടാസ്യം 19, ആർഗൺ എത്രയാണ്? 2, 10, 12, 18 അല്ലേ? ആർഗൺ 18. പിന്നെ കാർബണിൻ്റേത് 6 അല്ലേ? കാർബണിൻ്റേത് 6. സോഡിയം 11. സബ്ഷെൽ വിന്യാസത്തിലെ ഏറ്റവും കൂടിയ ഷെൽ നമ്പർ ആണ് ആ മൂലകത്തിൻ്റെ പീരിയഡ് നമ്പർ. ഒരു ഇലക്ട്രോണിനെ കാണാൻ ഏറ്റവും സാധ്യതയുള്ള പ്രദേശം ഓർബിറ്റൽ സബ്ഷെല്ല്. ഒരു ഓർബിറ്റലിലെ പരമാവധി ഇലക്ട്രോണുകളുടെ എണ്ണം 2. ഓർബിറ്റൽ ഇലക്ട്രോൺ വിന്യാസം രേഖപ്പെടുത്തുന്നത് SPDF. ഇലക്ട്രോൺ വിന്യാസത്തിൽ പ്രത്യേകത കാണിക്കുന്നത് 2 മൂലകങ്ങളാണ്, ക്രോമിയവും കോപ്പറുമാണ്. അടുത്തത് സബ്ഷെല്ല് S2 ഇലക്ട്രോണുകളുടെ എണ്ണം 2 ആണ്. ഓർബിറ്റലുകളുടെ എണ്ണം 1 ആണ്. ഗോളാകൃതിയാണ്. ഇനി P സബ്ഷെല്ലാണെങ്കിൽ ഇലക്ട്രോണുകളുടെ എണ്ണം 6 ആണ്. ഓർബിറ്റലുകളുടെ എണ്ണം 3 ആണ്. ഡംബലിൻ്റെ ആകൃതിയിലാണ് കാണപ്പെടുന്ന ആകൃതി. D ആണെന്നുണ്ടെങ്കിൽ Dയിൽ 10 ഇലക്ട്രോണുകളാണുള്ളത്. 5 ഓർബിറ്റലുകളുടെ എണ്ണം. സങ്കീർണമായ ആകൃതിയാണ്. F ആണെങ്കിൽ 14 ഇലക്ട്രോണുകളുടെ എണ്ണം. ഓർബിറ്റലുകളുടെ എണ്ണം 7 ആണ്. സങ്കീർണമായ ആകൃതിയാണ്. പരമാവധി ഇലക്ട്രോണുകളുടെ എണ്ണം. K ഷെല്ല് 2 എണ്ണം, L ഷെല്ല് 8 എണ്ണം, M ഷെല്ല് 18 എണ്ണം, N ഷെല്ല് 32 എണ്ണം. ഇനി അടുത്ത ക്വസ്റ്റ്യൻ. ആവർത്തന പട്ടികയിലെ സംക്രമണ മൂലകങ്ങളാണ് സ്കാൻഡിയം, ടൈറ്റാനിയം, വനേഡിയം, ക്രോമിയം, മാംഗനീസ്, അയൺ, നിക്കൽ, കോപ്പർ, സിങ്ക്, ഈട്രിയം, സിർക്കോണിയം, നിബോണിയം, മൊളിബ്നം, ടെക്നീഷ്യം, റുദേനിയം, റേഡിയം, പലേഡിയം, സിൽവർ, കാഡ്മിയം.
മൂലകങ്ങളുടെ ആറ്റോമിക നമ്പറിൻ്റെ അടിസ്ഥാനത്തിൽ ക്രമീകരിച്ചിരിക്കുന്ന പട്ടിക ആവർത്തന പട്ടിക. ആവർത്തന പട്ടികയുടെ പിതാവ് ദിമിത്രി മെൻഡലീഫ്. ആധുനിക ആവർത്തന പട്ടികയുടെ പിതാവ് ഹെൻറി മോസ്ലി. മെൻഡലീഫിൻ്റെ ആവർത്തന പട്ടികയിൽ മൂലകങ്ങൾ ക്രമീകരിച്ചിരിക്കുന്നത് ആറ്റോമിക മാസിൻ്റെ ആരോഹണ ക്രമത്തിലാണ്. ആധുനിക ആവർത്തന പട്ടികയിൽ മൂലകങ്ങൾ ക്രമീകരിച്ചിരിക്കുന്നത് ആറ്റോമിക സംഖ്യയുടെ ആരോഹണ ക്രമത്തിൽ. ആറ്റോമിക വ്യാപ്തത്തിൻ്റെ അടിസ്ഥാനത്തിൽ മൂലകങ്ങളെ വർഗീകരിച്ചിരിക്കുന്നത് ലോത്തർ മേയറാണ്. ഇന്നുവരെ കണ്ടുപിടിച്ചിട്ടുള്ള ആകെ മൂലകങ്ങൾ 118. സ്വാഭാവിക മൂലകങ്ങൾ 92. 92ാമത്തെ മൂലകം യുറേനിയം. അവസാനത്തെ പട്ടികയിലെ ഏറ്റവും വലിയ പീരീഡ് 1-ാം പീരീഡ്. 1, 2, 3, 13, 18 ഗ്രൂപ്പുകളിലെ മൂലകങ്ങളാണ് പ്രാതിനിധ്യ മൂലകങ്ങൾ. എസ് ബ്ലോക്ക് മൂലകങ്ങൾ ഗ്രൂപ്പ് 1, 2. പി ബ്ലോക്ക് മൂലകങ്ങൾ ഗ്രൂപ്പ് 13 മുതൽ 18 വരെ. ആവർത്തന പട്ടികയിലെ ആകെ പീരീഡുകൾ 7 ആണ്. ആവർത്തന പട്ടികയിലെ ആകെ ഗ്രൂപ്പുകൾ 18. ആവർത്തന പട്ടികയിലെ ആകെ ബ്ലോക്കുകൾ 4. 3 മുതൽ 12 വരെ ഗ്രൂപ്പുകളിലെ മൂലകങ്ങളാണ് സംക്രമണ മൂലകങ്ങൾ. ഡി ബ്ലോക്ക് മൂലകങ്ങൾ എന്നറിയപ്പെടുന്നത് സംക്രമണ മൂലകങ്ങളാണ്. എല്ലാ സംക്രമണ മൂലകങ്ങളും ലോഹങ്ങളാണ്. നിറമുള്ള സംയുക്തങ്ങൾ ഉണ്ടാക്കുന്ന മൂലകങ്ങളാണ് സംക്രമണ മൂലകങ്ങൾ. 57 മുതൽ 71 വരെ ആറ്റോമിക നമ്പർ ഉള്ള മൂലകങ്ങളാണ് ലാന്തനൈഡുകൾ. 89 മുതൽ 103 വരെയുള്ള ആറ്റോമിക നമ്പർ ഉള്ള മൂലകങ്ങളാണ് ആക്ടിനൈഡുകൾ. ഓരോ മൂലക ആറ്റത്തിൻ്റെയും അവസാന ഇലക്ട്രോൺ ഏത് സബ്ഷെല്ലിൽ വന്നു ചേരുന്നു എന്നതിനെ അടിസ്ഥാനമാക്കി മൂലകങ്ങളുടെ SPDF ബ്ലോക്കുകളായി തിരിച്ചിരിക്കുന്നു. അടുത്ത ക്വസ്റ്റ്യൻ. വ്യാപ്തവും തന്മാത്രയും എണ്ണവും തമ്മിലുള്ള ബന്ധം കണ്ടെത്തുന്നതിനുള്ള ഇറ്റാലിയൻ ശാസ്ത്രജ്ഞനാണ് അമേഡിയോ അവഗാഡ്രോ. ഇറ്റാലിയൻ ശാസ്ത്രജ്ഞൻ. അവഗാഡ്രോ സംഖ്യ ഏത്? 6.02022 × 10⁻23. 12 ഗ്രാം കാർബണിൽ എത്ര ആറ്റങ്ങളുണ്ട്? 6.022 × 10⁻23 മൈനസ്. ഇനി ഏതൊരു മൂലകത്തിൻ്റെയും 1 ഗ്രാം ആറ്റോമിക ഗ്രാം എടുത്താൽ അതിലടങ്ങിയിട്ടുള്ള ആറ്റങ്ങളുടെ എണ്ണമായിരിക്കും അവഗാഡ്രോ സംഖ്യ. അവഗാഡ്രോ സംഖ്യ സൂചിപ്പിക്കുന്നത് Na ആണ്. ബോയിൽ നിയമം. സ്ഥിരോഷ്മാവിൽ സ്ഥിതി ചെയ്യുന്ന ഒരു വാതകത്തിൻ്റെ മർദ്ദം അതിൻ്റെ വ്യാപ്തത്തിന് വിപരീത അനുപാതത്തിൽ ആയിരിക്കും. 1/V P = മർദ്ദം, V = വ്യാപ്തം. ചാൾസ് നിയമം. ഒരു നിശ്ചിത മാസ് വാതകത്തിൻ്റെ മർദ്ദം സ്ഥിരമായിരിക്കുമ്പോൾ ആ വാതകത്തിൻ്റെ വ്യാപ്തം അബ്സല്യൂട്ട് ഊഷ്മാവിന് നേർ അനുപാതത്തിലായിരിക്കും. V പ്രൊപ്പോർഷണൽ T ആണ്. V/T = K. വാതകത്തിൻ്റെ വ്യാപ്തം V ആണ്. T എന്ന് പറയുന്നത് വാതകത്തിൻ്റെ ഊഷ്മാവ്, K എന്ന് പറയുന്നത് കോൺസ്റ്റൻറ്റ്. അടുത്ത ക്വസ്റ്റ്യൻ. രാസപ്രവർത്തനത്തിൽ ഏർപ്പെടുമ്പോൾ ക്രിയാശീലത കൂടിയ ലോഹത്തിന് സംഭവിക്കുന്ന മാറ്റം ഓക്സീകരണം. രാസപ്രവർത്തനത്തിൽ ഏർപ്പെടുമ്പോൾ ക്രിയാശീലത കുറഞ്ഞ ലോഹത്തിന് സംഭവിക്കുന്നത് നിരോക്സീകരണം. ഒരു സംയുക്തത്തിലെ ഘടകമൂലകങ്ങളുടെ ഓക്സീകരണാവസ്ഥ സൂചിപ്പിക്കുന്ന സംഖ്യ ഓക്സിഡേഷൻ നമ്പറാണ്. രാസപ്രവർത്തനത്തിൽ ഇലക്ട്രോൺ നഷ്ടപ്പെടുന്നവ നിരോക്സീകാരിയായിട്ടും രാസപ്രവർത്തനത്തിൽ ഇലക്ട്രോൺ നഷ്ടപ്പെടുന്നവ നിരോക്സീകാരി. ഓക്സിഡേഷൻ നമ്പർ കുറയുന്ന പ്രവർത്തനമാണ് നിരോക്സീകരണം. ഓക്സിഡേഷൻ നമ്പർ കൂടുന്ന പ്രവർത്തനമാണ് ഓക്സീകരണം. നിരോക്സീകരണവും നടക്കുന്ന പ്രവർത്തനമാണ് റിഡോക്സ് പ്രവർത്തനം. നിരോക്സീകരണ പ്രവർത്തനം നടത്തുന്ന ഇലക്ട്രോഡ് കാഥോഡാണ്. ഓക്സീകരണ പ്രവർത്തനം നടത്തുന്ന ഇലക്ട്രോഡ് ആനോഡാണ്. വൈദ്യുത വിശ്ലേഷണ വേളയിൽ ഇലക്ട്രോഡിനെ ബാറ്ററിയുടെ നെഗറ്റീവ് ടെർമിനലുമായി ബന്ധിപ്പിക്കുന്ന ഇലക്ട്രോഡാണ് കാഥോഡ്. വൈദ്യുത വിശ്ലേഷണം ചെയ്യുമ്പോൾ പോസിറ്റീവ് അയോണുകൾ ഏത് ഇലക്ട്രോഡിലേക്കാണ് ആകർഷിക്കുന്നത്? കാഥോഡ്. നെഗറ്റീവ് ഇലക്ട്രോഡായിട്ടുള്ള കാഥോഡിലേക്ക് ആകർഷിക്കപ്പെടുന്ന പോസിറ്റീവ് അയോണുകളെ കാറ്റയോണുകൾ എന്ന് വിളിക്കുന്നു. പോസിറ്റീവ് ഇലക്ട്രോഡായ ആനോഡിലേക്ക് ആകർഷിക്കപ്പെടുന്ന നെഗറ്റീവ് ഇലക്ട്രോഡുകളെ ആനയോണുകൾ എന്ന് വിളിക്കുന്നു. അടുത്ത ക്വസ്റ്റ്യൻ 25ാമത്തെ ക്വസ്റ്റ്യൻ്റെ അനുബന്ധ വിവരങ്ങളാണ്. സൾഫ്യൂരിക് ആസിഡിൽ സൾഫർ ഓക്സൈഡ് ലയിപ്പിക്കുമ്പോൾ ഒലിയം ലഭിക്കുന്നത്. ഒലിയം H2S2O7 ആണ്. H2S2O7 ആണ് ഒലിയം. സ്റ്റോറേജ് ബാറ്ററികളിൽ ഉപയോഗിക്കുന്ന ആസിഡ് സൾഫ്യൂരിക് ആസിഡ്. അലോഹ ഓക്സൈഡുകൾ ജലത്തിൽ ലയിച്ചാൽ ആസിഡുകൾ ഉണ്ടാകുന്നു. രാസവസ്തുക്കളുടെ രാജാവ് എന്നറിയപ്പെടുന്ന ആസിഡാണ് സൾഫ്യൂരിക് ആസിഡ്. സൾഫ്യൂരിക് ആസിഡിൻ്റെ മേഘപടലത്തിലുള്ള ഗ്രഹമാണ് ശുക്രൻ. മ്യൂറിയാറ്റിക് ആസിഡ് എന്നറിയപ്പെടുന്ന ആസിഡ് ഹൈഡ്രോക്ലോറിക് ആസിഡാണ്. ആസ്പിരിൻ എന്നറിയപ്പെടുന്നത് അസറ്റൈൽ സാലിസിലിക് ആസിഡാണ്. സ്പിരിറ്റ് ഓഫ് സാൾട്ട് എന്നറിയപ്പെടുന്നത് ഹൈഡ്രോക്ലോറിക് ആസിഡാണ്. ഓയിൽ ഓഫ് വിട്രിയോൾ എന്നറിയപ്പെടുന്ന ആസിഡ് സൾഫ്യൂരിക് ആസിഡ്. സൾഫ്യൂരിക് ആസിഡിൻ്റെ വ്യാവസായിക നിർമ്മാണത്തിന് അറിയപ്പെടുന്നത് സമ്പർക്കം വഴിയാണ്.
സൾഫ്യൂരിക് ആസിഡ് നിർമ്മാണത്തിൽ ഉൽപ്രേരകമായിട്ട് ഉപയോഗിക്കുന്നത് വനേഡിയം പെൻറ്റോക്സൈഡ് ആണ്. സൾഫ്യൂരിക് ആസിഡിൻ്റെ നിർമ്മാണ പ്രക്രിയയായ സമ്പർക്ക പ്രക്രിയ ആവിഷ്കരിച്ചത് പെരിഗ്രീൻ ഫിലിപ്സ് ആണ്. ഡൈനാമിറ്റ് നിർമ്മാണത്തിന് ഉപയോഗിക്കുന്ന ആസിഡുകളാണ് സൾഫ്യൂരിക് ആസിഡ്, നൈട്രിക് ആസിഡ്. എണ്ണ ശുദ്ധീകരണത്തിനും മലിനജല സംസ്കരണത്തിനും ഉപയോഗിക്കുന്ന ആസിഡ് സൾഫ്യൂരിക് ആസിഡ്. രാസപ്രവർത്തനത്തിൽ ഏർപ്പെടുമ്പോൾ ജലത്തിൽ ലയിച്ച് ഹൈഡ്രോണിയം അയൺ നൽകുന്നവയാണ് ആസിഡുകൾ. ജലീയ ലായനിയിൽ ഹൈഡ്രോണിയം അയോണുകളുടെ ഗാഢത വർദ്ധിപ്പിക്കാൻ കഴിയുന്ന പദാർത്ഥങ്ങളാണ് ആസിഡുകൾ. അക്വ ഫോർട്ടിസ് എന്നറിയപ്പെടുന്ന ആസിഡ് നൈട്രിക് ആസിഡ്. ഏറ്റവും ആദ്യം കണ്ടുപിടിക്കപ്പെട്ട ആസിഡ് അസറ്റിക് ആസിഡാണ്. ഏറ്റവും വീര്യം കൂടിയ ആസിഡ് ഫ്ലൂറോ ആൻറ്റിമണിക് ആസിഡ്. നാഗം എന്നറിയപ്പെടുന്നത് സിങ്കാണ്. തത്വചിന്തകൻ്റെ കമ്പിളി എന്നറിയപ്പെടുന്നത് സിങ്ക് ഓക്സൈഡ്. സ്വേദന പ്രക്രിയയിലെ ശുദ്ധീകരിക്കുന്ന ലോഹങ്ങളാണ് സിങ്ക്, മെർക്കുറി എന്നിവ. ഗാൽവനൈസേഷൻ ചെയ്യാൻ ഉപയോഗിക്കുന്ന ലോഹം സിങ്കാണ്. ഇൻസുലിൻ അടങ്ങിയിട്ടുള്ള ലോഹം സിങ്ക്. സയനൈഡ് പ്രക്രിയ വഴി സ്വർണം, വെള്ളി എന്നിവ വേർതിരിച്ചെടുക്കാൻ ഉപയോഗിക്കുന്ന ലോഹം സിങ്ക്. ഭൂവൽക്കത്തിൽ കാണപ്പെടുന്ന ലോഹ സംയുക്തങ്ങളെ പൊതുവെ വിളിക്കുന്ന പേര് ധാതുക്കൾ. വ്യാവസായികമായിട്ട് ലോഹം ഉൽപ്പാദിപ്പിക്കുന്നതിന് ഉപയോഗിക്കുന്ന ലോഹധാതു അയിര്. അയിരിൽ അടങ്ങിയിട്ടുള്ള ഗ്യാങ്ങിനെ നീക്കം ചെയ്യുന്ന പ്രക്രിയയാണ് അയിരിൻ്റെ സാന്ദ്രണം. ഒരു അയിരിൽ നിന്നും ലോഹ ശുദ്ധീകരണം അശുദ്ധലോഹം വേർതിരിക്കുന്നത് വരെയുള്ള മുഴുവൻ പ്രക്രിയകളെയും ചേർന്നതാണ് ലോഹ നിഷ്കർഷണം, മെറ്റലർജി. അപദ്രവ്യം സാന്ദ്രത കൂടിയതും അയിര് സാന്ദ്രത കുറഞ്ഞതുമാകുമ്പോൾ ഉപയോഗിക്കുന്ന സാന്ദ്രണ പ്രക്രിയയാണ് പ്ലവന പ്രക്രിയ. പ്ലവന പ്രക്രിയക്ക് ഉദാഹരണം സൾഫൈഡ് അയിരുകളുടെ സാന്ദ്രണം. പൊടിച്ച അയിരിനെ വായുപ്രവാഹത്തിൽ ചൂടാക്കി ശക്തിയായി ചൂടാക്കുന്ന രീതിയാണ് റോസ്റ്റിംഗ്. വായുവിൻ്റെ അസാന്നിധ്യത്തിൽ ചൂടാക്കിയ അയിരിൻ്റെ ബാഷ്പശീലമുള്ള മാലിന്യങ്ങൾ നീക്കം ചെയ്യുന്ന പ്രക്രിയ കാൾസിനേഷൻ. ഓക്സൈഡ് ആക്കിയ അയിരിൽ നിന്നും ലോഹം നിർമ്മിക്കുന്ന പ്രക്രിയ നിരോക്സീകരണം. ക്രിയാശീലം കൂടിയ സോഡിയം, പൊട്ടാസ്യം, കാൽസ്യം എന്നീ ലോഹങ്ങളുടെ അയിരിൽ നിന്നും ലോഹം വേർതിരിക്കുന്ന പ്രക്രിയ നിരോക്സീകരണം. ക്രിയാശീലം കൂടിയ സോഡിയം, പൊട്ടാസ്യം, കാൽസ്യം എന്നീ ലോഹങ്ങളെ അയിരിൽ നിന്നും വേർതിരിക്കാൻ നിരോക്സികാരിയായി ഉപയോഗിക്കുന്നത് വൈദ്യുതി. അടുത്ത ക്വസ്റ്റ്യൻ, ഉരുക്കി വേർതിരിക്കൽ. ടിന്ന്, ലെഡ് എന്നീ ലോഹങ്ങൾ വേർതിരിക്കുന്ന രീതിയാണ് ഉരുക്കി വേർതിരിക്കൽ. ടിന്ന്, ലെഡ് എന്നിവ ലോഹങ്ങൾ അപദ്രവ്യവുമായിട്ട് ഉയർന്ന ദ്രവണാങ്കമുള്ള മൃദുലോഹങ്ങൾ, ലോഹ ഓക്സൈഡുകൾ തുടങ്ങിയ ഉണ്ടായിരിക്കും. ഇത്തരം ലോഹങ്ങൾ ഫർണസിൻ്റെ ചെരിഞ്ഞ പ്രതലത്തിൽ വെച്ച് ചൂടാക്കുമ്പോൾ ശുദ്ധലോഹം അപദ്രവ്യങ്ങളിൽ നിന്നും വേർതിരിഞ്ഞ് ഉരുക്കി താഴേക്ക് വീഴുന്നു. ഈ പ്രക്രിയയാണ് ഉരുക്കി വേർതിരിക്കൽ. സ്വേദനം. അപദ്രവ്യമടങ്ങിയ ലോഹം ഒരു റിട്ടോറിൽ വെച്ച് ചൂടാക്കി ശുദ്ധജലം ലഭിക്കുന്ന രീതിയാണ് സ്വേദനം. ശുദ്ധലോഹം ലഭിക്കുന്ന രീതി. സ്വേദനം വഴി വേർതിരിക്കുന്ന ലോഹങ്ങൾ സിങ്ക്, കാഡ്മിയം, മെർക്കുറി. ഗ്യാങ് അസിഡിക് ആണെങ്കിൽ ബേസിക് ഫ്ലക്സ് ചേർക്കുന്നു. ഗ്യാങ് ബേസിക് ആണെങ്കിൽ അസിഡിക് ഫ്ലക്സ് ചേർക്കുന്നു. അസിഡിക് ഫ്ലക്സിന് ഉദാഹരണമാണ് സിലിക്ക. ബേസിക് ഫ്ലക്സിന് ഉദാഹരണമാണ് കാൽസ്യം ഓക്സൈഡ്. ഗ്യാങ്ങും ഫ്ലക്സും ചേർന്നുണ്ടാകുന്ന പദാർത്ഥമാണ് സ്ലാഗ്. വൈദ്യുത വിശ്ലേഷണത്തിലൂടെ ലോഹം ശുദ്ധീകരിക്കുന്ന പ്രക്രിയ വൈദ്യുത വിശ്ലേഷണ ശുദ്ധീകരണ പ്രക്രിയയിൽ പോസിറ്റീവ് ഇലക്ട്രോഡായി ശുദ്ധീകരിക്കേണ്ട അപദ്രവ്യങ്ങൾ അടങ്ങിയിട്ടുള്ള ലോഹവും നെഗറ്റീവ് ഇലക്ട്രോഡായി ശുദ്ധീകരിക്കേണ്ട ലോഹവും ഉപയോഗിക്കുന്നു. കോപ്പറാണ് ഉദാഹരണം. ക്വിക്ക് സിൽവർ, മെർക്കുറി. ലിറ്റിൽ സിൽവർ, പ്ലാറ്റിനം. വെളുത്ത ലോഹം, വെളുത്ത സ്വർണം, പ്ലാറ്റിനം. രാജകീയ ദ്രാവകം, അക്വറിജിയ. ഫിലോസഫേഴ്സ് വൂള്, സിങ്ക് ഓക്സൈഡ്. ലോഹങ്ങളുടെ രാജാവ്, സ്വർണം. മഴവിൽ ലോഹം, ഇറിഡിയം. ഭാവിയുടെ ലോഹം, ടൈറ്റാനിയം. വൈറ്റ് വിട്രിയോൾ, സിങ്ക് സൾഫേറ്റ്. ബ്ലൂ വിട്രിയോൾ, കോപ്പർ സൾഫേറ്റ്. രാസസൂര്യം, മഗ്നീഷ്യം. നീല സ്വർണം, ജലം. ഓയിൽ ഓഫ് വിട്രിയോൾ, സൾഫ്യൂരിക് ആസിഡ്.
ജീവൻ്റെ അടിസ്ഥാന മൂലകമാണ് കാർബൺ. ദ്രവണാങ്കം കൂടുതലുള്ള മൂലകം കാർബണാണ്. കാർബൺ ആറ്റങ്ങൾക്കിടയിലെ ബന്ധത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഹൈഡ്രോ കാർബണുകളെ മൂന്നായി തരംതിരിച്ചിരിക്കുന്നു: ആൽക്കെയിൻ, ആൽക്കീൻ, ആൽക്കെയിൻ. കാർബൺ ആറ്റങ്ങൾക്കിടയിൽ ഏകബന്ധനം മാത്രമുള്ള ഹൈഡ്രോ കാർബണുകൾ ആൽക്കെയിനാണ്. ആൽക്കെയിനുകളിൽ ഓരോ കാർബൺ ആറ്റത്തിൻ്റെയും എല്ലാ സംയോജകതകളും ഏകബന്ധനം വഴി പൂർത്തിയാക്കുന്നതിനാൽ അവയെ പൂരിത ഹൈഡ്രോ കാർബണുകൾ എന്ന് കണക്കാക്കാം. ഏറ്റവും ലഘുവായ ആൽക്കെയിനാണ് മീഥെയ്ൻ. ആൽക്കെയിനുകളെ സൂചിപ്പിക്കുന്ന പൊതുവായ വാക്യം CnH2n+2 ആണ്. ആൽക്കെയിനുകളുടെ മറ്റൊരു പേര് പാരാഫിനുകൾ. ഏതെങ്കിലും രണ്ട് കാർബൺ ആറ്റങ്ങൾക്കിടയിൽ ദ്വിബന്ധനം കാണപ്പെടുകയാണെങ്കിൽ ഹൈഡ്രോ കാർബണുകൾ ആൽക്കീനുകളാണ്. ഏറ്റവും ലഘുവായ ആൽക്കീൻ ഈഥീനാണ്. ഏതെങ്കിലും രണ്ട് കാർബൺ ആറ്റങ്ങൾക്കിടയിൽ ത്രിബന്ധനം കാണപ്പെടുന്ന ഹൈഡ്രോ കാർബണുകളാണ് ആൽക്കെയിനുകൾ. ഏറ്റവും ലഘുവായ ആൽക്കെയിൻ ഈഥെയ്നാണ്. ആൽക്കെയിനുകളെ സൂചിപ്പിക്കുന്ന പൊതുവാക്യം CnH2n-2 ആണ്. ഇനി കാർബൺ ആറ്റങ്ങൾക്കിടയിൽ ദ്വിബന്ധനമോ ത്രിബന്ധനമോ ഉള്ള ഹൈഡ്രോ കാർബണിനെ പൊതുവായി അപൂരിത ഹൈഡ്രോ കാർബൺ എന്ന് വിളിക്കുന്നു. തനതായ സുഗന്ധമുള്ള വലിയ ഹൈഡ്രോ കാർബൺ സംയുക്തങ്ങളാണ് ആരോമാറ്റിക് ഹൈഡ്രോ കാർബണുകൾ. കാർബൺ സംയുക്തത്തിൽ കാണപ്പെടുന്ന ബന്ധനം സഹസംയോജക ബന്ധനം. ഈഥീൻ്റെ രാസസൂത്രം C2H4 ആണ്. ബെൻസീൻ്റെ രാസസൂത്രം C6H6. ബ്യൂട്ടൈനിൻ്റെ രാസസൂത്രം C4H10. ആൽക്കെയിൻ, ആൽക്കീൻ, ആൽക്കെയിൻ എന്നീ ഓപ്പൺ ചെയിൻ ഹൈഡ്രോ കാർബണുകളായിട്ട് സാമ്യമുള്ള വലിയ ഹൈഡ്രോ കാർബണുകളാണ് ആലിസൈക്ലിക്. ആലിസൈക്ലിക് ഹൈഡ്രോ കാർബണുകൾക്ക് ഉദാഹരണം സൈക്ലോപ്രോപ്പെയ്ൻ, സൈക്ലോബ്യൂട്ടീൻ, സൈക്ലോബ്യൂട്ടൈൻ. വ്യാവസായിക പ്രാധാന്യമുള്ള ഒരു ആരോമാറ്റിക് സംയുക്തമാണ് ബെൻസീൻ. അടുത്ത ക്വസ്റ്റ്യൻ, OH ഫങ്ഷണൽ ഗ്രൂപ്പുള്ള കാർബണിക സംയുക്തങ്ങളാണ് ആൽക്കഹോളുകൾ. വുഡ് സ്പിരിറ്റ് എന്നറിയപ്പെടുന്നത് മെഥനോൾ ആണ്. കാർബൺ മോണോക്സൈഡിൻ്റെ ഉയർന്ന ഊഷ്മാവിലും മർദ്ദത്തിലും ഉൾപ്രേരകത്തിൻ്റെ സാന്നിധ്യത്തിലും ഹൈഡ്രോജനുമായിട്ട് പ്രവർത്തിച്ചാണ് മെഥനോൾ വ്യാവസായികമായി നിർമ്മിക്കുന്നത്. മെഥനോൾ ഒരു വിഷവസ്തുവാണ്. പെയിൻറ് നിർമ്മാണത്തിലെ ലായകമായി ഉപയോഗിക്കുന്നത് ആൽക്കഹോൾ, മെഥനോൾ ആണ്. വാർണിഷ്, ഫോർമാലിൻ എന്നിവയുടെ നിർമ്മാണത്തിന് അഭികാരകമായി ഉപയോഗിക്കുന്ന ആൽക്കഹോൾ സംയുക്തമാണ് മെഥനോൾ. പ്രിസർവേറ്റീവ് ആയി ഉപയോഗിക്കുന്ന ആൽക്കഹോൾ സംയുക്തം എഥനോൾ ആണ്. പഞ്ചസാര നിർമ്മാണ സമയത്ത് പഞ്ചസാര ക്രിസ്റ്റലുകൾ ശേഖരിച്ച ശേഷം അവശേഷിക്കുന്ന പഞ്ചസാര അടങ്ങിയ മാതൃദ്രാവകമാണ് മൊളാസസ്. ഇതിനെ നേർപ്പിച്ച ശേഷം ഈസ്റ്റ് ചേർത്ത് ഫെർമെൻറ്റേഷൻ നടത്തിയാണ് എഥനോൾ നിർമ്മിക്കുന്നത്. ഇന്ധനം, മരുന്നുകൾ, ബീവറേജ്, ഓർഗാനിക് സംയുക്തങ്ങൾ തുടങ്ങിയവയുടെ നിർമ്മാണത്തിന് ഉപയോഗിക്കുന്ന ഓർഗാനിക് സംയുക്തം എഥനോളാണ്. വ്യാവസായികമായി വളരെയധികം ഉപയോഗിക്കാവുന്ന ആൽക്കഹോളാണ് എഥനോൾ. എഥനോയിക് ആസിഡ് എന്നറിയപ്പെടുന്നത് ഫോമിക് ആസിഡാണ്. എഥനോയിക് ആസിഡ് എന്നറിയപ്പെടുന്നത് മെഥനോയിക് ആസിഡ് ഫോമിക് ആസിഡാണ്. എഥനോയിക് ആസിഡ് എന്നറിയപ്പെടുന്നത് അസറ്റിക് ആസിഡാണ്. ഡീനേച്ചർഡ് സ്പിരിറ്റ് മദ്യപാനത്തിന് വേണ്ടി ദുരുപയോഗപ്പെടുത്താതിരിക്കാൻ വ്യാവസായികമായി ആവശ്യത്തിനുള്ള എഥനോളിൽ വിഷപദാർത്ഥങ്ങൾ ചേർക്കുന്നു. ഈ ഉൽപ്പന്നങ്ങൾ ഡീനേച്ചർഡ് സ്പിരിറ്റ് എന്ന് പറയുന്നു. അബ്സല്യൂട്ട് ആൽക്കഹോൾ 99% ശുദ്ധമായിട്ടുള്ള എഥനോളാണ് അബ്സല്യൂട്ട് ആൽക്കഹോൾ. പവർ ആൽക്കഹോൾ അബ്സല്യൂട്ട് ആൽക്കഹോളും പെട്രോളും ചേർന്ന മിശ്രിതമാണ്. ഇത് വാഹനങ്ങളിൽ ഇന്ധനമായിട്ട് ഉപയോഗിക്കുന്നു. അടുത്ത ക്വസ്റ്റ്യൻ, ഹീറ്റിംഗ് കോയിലുകൾ നിർമ്മിക്കാൻ ഉപയോഗിക്കുന്ന സ്റ്റീലിൻ്റെ അലോയ് നിക്രോം ആണ്. നിക്രോമിലെ ലോഹങ്ങൾ ഇരുമ്പ്, നിക്കൽ, ക്രോമിയം, മാംഗനീസ്. പാത്രങ്ങൾ, വാഹനഭാഗങ്ങൾ എന്നിവ നിർമ്മിക്കാൻ ഉപയോഗിക്കുന്ന സ്റ്റീലിൻ്റെ അലോയാണ് സ്റ്റെയിൻലെസ് സ്റ്റീൽ. സ്റ്റെയിൻലെസ് സ്റ്റീലിലെ ലോഹങ്ങൾ ഇരുമ്പ്, ക്രോമിയം, നിക്കൽ, കാർബൺ. അൽനിക്കോയിലെ ഘടക ലോഹങ്ങൾ അലുമിനിയം, നിക്കൽ, കൊബാൾട്ട്, അയൺ. ഓസ്കാർ ശില്പം നിർമ്മിക്കാൻ ഉപയോഗിക്കുന്ന ലോഹസങ്കരം ബ്രിട്ടാനിയമാണ്. ബ്രിട്ടാനിയത്തിലെ ലോഹങ്ങൾ ടിന്ന്, ആൻറ്റിമണി, കോപ്പർ. വിമാന ഭാഗങ്ങൾ നിർമ്മിക്കാൻ ഉപയോഗിക്കുന്ന ലോഹസങ്കരമായ ഡ്യൂറാലുമിനിൽ അടങ്ങിയിരിക്കുന്ന ലോഹങ്ങളാണ് കോപ്പർ, അലുമിനിയം, മഗ്നീഷ്യം, മാംഗനീസ്. പിച്ചളയിൽ അടങ്ങിയിരിക്കുന്ന ലോഹങ്ങൾ കോപ്പർ, സിങ്ക്. ഓടിൽ അടങ്ങിയിരിക്കുന്ന ലോഹങ്ങൾ കോപ്പർ, ടിന്ന്, സിങ്ക് എന്നീ ലോഹങ്ങളാണ് ഗൺമെറ്റലിൽ അടങ്ങിയിരിക്കുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ,
മങ്ങിയ വെളിച്ചത്തിൽ കാഴ്ച സാധ്യമാകുന്ന കണ്ണിലെ കോശങ്ങളാണ് റോഡ് കോശങ്ങൾ. വസ്തുക്കളെ കറുപ്പായും വെളുപ്പായും കാണാൻ സാധിക്കുന്നത് റോഡ് കോശങ്ങളാണ്. നിറങ്ങൾ തിരിച്ചറിയുവാനും തീവ്ര പ്രകാശത്തിൽ വസ്തുക്കളെ കാണാനും സഹായിക്കുന്ന കണ്ണിലെ കോശങ്ങളാണ് കോൺ കോശങ്ങൾ. നിറങ്ങൾ തിരിച്ചറിയുവാനും തീവ്രപ്രകാശത്തിൽ വസ്തുക്കളെ കാണാനും സഹായിക്കുന്ന കണ്ണിലെ കോശങ്ങളാണ് കോൺ കോശങ്ങൾ. റോഡ് കോശങ്ങളിലെ വർണ്ണവസ്തു റോഡോപ്സിനാണ്. വിഷ്വൽ പർപ്പിൾ എന്നറിയപ്പെടുന്നത് റോഡോപ്സിൻ. കോൺ കോശങ്ങളിലെ വർണ്ണവസ്തു അയഡോപ്സിനാണ്. പ്രായമാകുമ്പോൾ ലെൻസിൻ്റെ സുതാര്യത നഷ്ടമാകുന്ന അവസ്ഥ തിമിരമാണ്. കാറ്ററാക്ട് തിമിരം കണ്ണിനെ ബാധിക്കുന്ന രോഗമാണ്. നേത്രഗോളത്തിൻ്റെ മർദ്ദവർദ്ധനവ് മൂലം ഉണ്ടാകുന്ന രോഗമാണ് ഗ്ലോക്കോമ. വർണ്ണാന്ധത ഡാൾട്ടനിസം കണ്ടുപിടിച്ചത് ജോൺ ഡാൾട്ടൻ ആണ്. വർണ്ണാന്ധതയുള്ള ആളിന് തിരിച്ചറിയാൻ കഴിയാത്ത നിറങ്ങൾ പച്ച, ചുവപ്പ്. മങ്ങിയ വെളിച്ചത്തിൽ കാഴ്ചശക്തി കുറഞ്ഞു പോകുന്ന രോഗമാണ് മാലക്കണ്ണ്, നിശാന്തത. ട്രക്കോമ രോഗം ബാധിക്കുന്ന അവയവം കണ്ണ്. ദീർഘദൃഷ്ടി പരിഹരിക്കുന്നതിനുള്ള ലെൻസ് കോൺവെക്സ് ലെൻസ്. വെള്ളെഴുത്ത് പരിഹരിക്കുന്നതിനുള്ള ലെൻസ് കോൺവെക്സ് ലെൻസ്. ഹ്രസ്വദൃഷ്ടി പരിഹരിക്കുന്നതിനുള്ള ഉപയോഗിക്കുന്ന കോൺകേവ് ലെൻസാണ്. കെരാറ്റോപ്ലാസ്റ്റി ശരീരത്തിലെ ഏത് അവയവവുമായി ബന്ധപ്പെട്ട ശസ്ത്രക്രിയക്കാണ്? കണ്ണ് മാറ്റിവെക്കൽ ശസ്ത്രക്രിയ ഉപയോഗിക്കുന്ന നേത്രഭാഗം കോർണിയാണ്. അസ്റ്റിഗ്മാറ്റിസം പരിഹരിക്കുവാൻ ഉപയോഗിക്കുന്ന ലെൻസാണ് സിലിണ്ട്രിക്കൽ ലെൻസ്. കണ്ണിൻ്റെ തിളക്കത്തിന് കാരണമായ ലോഹം സിങ്കാണ്. കണ്ണിന് ഏറ്റവും പുറമേയുള്ള പാളി സ്ക്ലീറയാണ്. ദൃഢപടലം നേത്രഗോളത്തിന് ആകൃതി നൽകുന്ന പാളിയാണ് ദൃഢപടലം. നേത്രഗോളത്തിന് ആകൃതി നൽകുന്നു. കണ്ണിൽ ഏറ്റവും പ്രതിബിംബം രൂപം കൊള്ളുന്ന പാളി ദൃഷ്ടിപടലമാണ് റെറ്റിന. വീക്ഷണ സ്ഥിരത ഒരു വസ്തു ജനിപ്പിക്കുന്ന ദൃശ്യാനുഭവം 1/16 സെക്കൻഡ് സമയത്തേക്ക് കണ്ണിൽ തന്നെ തങ്ങി നിൽക്കുന്ന പ്രതിഭാസമാണ് വീക്ഷണ സ്ഥിരത. സമഞ്ജനക്ഷമത കണ്ണിൽ നിന്നും വസ്തുവിലേക്കുള്ള ദൂരം അനുസരിച്ച് പ്രതിബിംബം റെറ്റിനയിൽ തന്നെ പതിപ്പിക്കുവാനുള്ള കണ്ണിൻ്റെ കഴിവിനെയാണ് സമഞ്ജനക്ഷമത എന്ന് പറയുന്നത്. ഏറ്റവും കൂടുതൽ കാഴ്ചശക്തിയുള്ള കണ്ണിലെ ഭാഗം പീതബിന്ദു, യെല്ലോ സ്പോട്ട്. റെറ്റിനയിൽ റോഡ് കോശങ്ങളും കോൺ കോശങ്ങളും ഇല്ലാത്ത ഭാഗം അന്ധബിന്ദു, ബ്ലാക്ക് സ്പോട്ട്. കണ്ണിലെ ഏറ്റവും വലിയ അറ വിട്രിയസ് അറയാണ്. തീവ്രപ്രകാശത്തിൽ കൃഷ്ണമണിക്ക് വരുന്ന ഭാഗം ചുരുങ്ങുന്നു. മങ്ങിയ പ്രകാശത്തിൽ കൃഷ്ണമണിക്ക് വരുന്ന മാറ്റം വികസിക്കുന്നു. പ്ലാസ്മിഡ്. ഡീഓക്സി റൈബോന്യൂക്ലിക് ആസിഡ് എന്നത് എന്തിൻ്റെ പൂർണ്ണരൂപമാണ്? DNA. ചുറ്റുകോപണി പ്രകാരം DNA തന്മാത്രകൾ എത്ര ഇഴകൾ ചേർന്നതാണ്? 2. ഏതുതരം യൂണിറ്റുകൾ ചേർന്നാണ് DNA തന്മാത്ര ഉണ്ടാകുന്നത്? ന്യൂക്ലിയോടൈഡുകൾ. ന്യൂക്ലിയോടൈഡിൻ്റെ ഘടകങ്ങളാണ് പഞ്ചസാര തന്മാത്ര, ഫോസ്ഫേറ്റ് തന്മാത്ര, നൈട്രജൻ ബേസ്. ഡീഓക്സി റൈബോസ് പഞ്ചസാര ജനിതക വസ്തു ഏത്? DNA ആണ്. DNA-യിൽ എത്ര തരം ന്യൂക്ലിയോടൈഡുകളുണ്ട്? 4. DNA-യിലെ നൈട്രജൻ ബേസുകളാണ് അഡിനിൻ, ഗ്വാനിൻ, തൈമിൻ, സൈറ്റോസിൻ. ജൈവ സാങ്കേതിക വിദ്യയുടെ ആധുനിക രൂപമാണ് ജനിതക എഞ്ചിനീയറിംഗ്. ജീവികളുടെ ജനിതക ഘടനയിൽ അഭിലഷണീയമായ തരത്തിലുള്ള മാറ്റങ്ങൾ വരുത്തി ജീവികളുടെ സ്വഭാവത്തെ നിയന്ത്രിക്കുന്ന സാങ്കേതിക വിദ്യയാണ് ജനിതക എഞ്ചിനീയറിംഗ്. ജീനുകളെക്കുറിച്ച് മാറ്റാൻ ഉപയോഗിക്കുന്ന എൻസൈമാണ് റെസ്ട്രിക്ഷൻ എൻഡോന്യൂക്ലിയസ്. ജീനുകളെ വിളക്കി ചേർക്കാൻ ഉപയോഗിക്കുന്ന എൻസൈമാണ് ലിഗേസ്. ജനിതക കത്രിക എന്നറിയപ്പെടുന്ന എൻസൈമാണ് റെസ്ട്രിക്ഷൻ എൻഡോന്യൂക്ലിയസ്. ജനിതക പശ എന്നറിയപ്പെടുന്ന എൻസൈമാണ് ലിഗേസ്. അടുത്ത ക്വസ്റ്റ്യൻ. ആദിമ ഭൂമിയിലെ സവിശേഷ സാഹചര്യങ്ങളിൽ സമുദ്രജലത്തിൻ്റെ രാസവസ്തുക്കൾക്കുണ്ടായ മാറ്റങ്ങളുടെ ഫലമായാണ് ജീവൻ ഉത്ഭവിച്ചത് എന്ന് പറയുന്ന സിദ്ധാന്തമാണ് രാസപരിണാമ സിദ്ധാന്തം. രാസപരിണാമ സിദ്ധാന്തത്തിൻ്റെ ഉപജ്ഞാതാവ് A.K. ഒപ്പാരിനാണ്. J.B.S. ഹാൽഡെയ്നും. A.K. ഒപ്പാരിനും J.B.S. ഹാൽഡെയ്നുമാണ്. രാസപരിണാമ സിദ്ധാന്തത്തിൻ്റെ ഊർജ്ജ സ്രോതസ്സുകൾ ഇടിമിന്നൽ, അൾട്രാവയലറ്റ് വികിരണങ്ങൾ, അഗ്നിപർവ്വത സ്ഫോടനങ്ങൾ. രാസപരിണാമ സിദ്ധാന്തത്തെ സഹായിച്ച ലഘു ജൈവകണികകൾ അമിനോ ആസിഡുകൾ, മോണോസാക്കറൈഡ്, നൈട്രജൻ ബേസുകൾ, ഫാറ്റി ആസിഡുകൾ. രാസപരിണാമ സിദ്ധാന്തത്തിൽ ഉൾപ്പെട്ട സങ്കീർണ ജൈവകണികകളാണ് പ്രോട്ടീൻ, പോളിസാക്കറൈഡ്, ന്യൂക്ലിയോടൈഡുകൾ, കൊഴുപ്പ്. മീഥെയ്ൻ, അമോണിയ,
മീഥെയ്ൻ, അമോണിയ, ഹൈഡ്രജൻ, നീരാവി എന്നിവ ചേർന്ന് ആദിമ ഭൗമാന്തരീക്ഷത്തിലെ കൃത്രിമമായി രൂപപ്പെടുത്തി രാസപരിണാമ സിദ്ധാന്തം പരീക്ഷണത്തിലൂടെ തെളിയിച്ച ശാസ്ത്രജ്ഞനാണ് ഹരോൾഡ് യുറേയും സ്റ്റാൻലി മില്ലറും. യുറേ, മില്ലർ പരീക്ഷണ സംവിധാനത്തിൽ രാസപ്രവർത്തനത്തിന് ശേഷം രൂപപ്പെട്ട ജൈവ കണികകൾ അമിനോ ആസിഡുകൾ ആയി. യുറേ, മില്ലർ പരീക്ഷണ സംവിധാനത്തിൽ രാസപ്രവർത്തനത്തിന് ശേഷം രൂപപ്പെട്ട ജൈവ കണികകൾ അമിനോ ആസിഡുകൾ ആയിരുന്നു. വ്യതിയാനങ്ങൾ പാരമ്പര്യമായിട്ട് കൈമാറ്റം ചെയ്യപ്പെടുന്നത് വഴി അടുത്ത ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. അടുത്ത ക്വസ്റ്റ്യൻ വ്യതിയാനങ്ങൾ പാരമ്പര്യമായി കൈമാറ്റം ചെയ്യപ്പെടുന്നത് വഴി പുതിയ നവജാതികൾ രൂപപ്പെടുന്നു എന്ന് വിശദീകരിക്കുന്ന സിദ്ധാന്തമാണ് ഉൽപരിവർത്തന സിദ്ധാന്തം. ഉൽപരിവർത്തന സിദ്ധാന്തം ആവിഷ്കരിച്ച ഡച്ച് ശാസ്ത്രജ്ഞനാണ് ഹ്യൂഗോ ഡിബ്രിസ്. മനുഷ്യ പരിണാമ ഘട്ടങ്ങൾ, സവിശേഷതകൾ, ഫോസിൽ ലഭിച്ച സ്ഥലങ്ങൾ. ആർഡിപിത്തേക്കസ് റാമിഡസ് ഏറ്റവും പുരാതനമായ അംഗമാണ് ആഫ്രിക്ക. ആസ്ട്രലോപിഥോക്കസ് അഫറൻസിസ് മെലിഞ്ഞ ശരീരം ആഫ്രിക്ക. ഹോമോസാപ്പിയൻസ് ആയുധങ്ങൾ നിർമ്മിച്ചു ആഫ്രിക്ക. ഹോമോ ഇറക്സ് കട്ടിയുള്ള കീഴ്ത്താടി, വലിയ പല്ലുകൾ, നിവർന്ന് നിൽക്കാനുള്ള കഴിവ് ആഫ്രിക്ക, ഏഷ്യ. ഹോമോ നിയാണ്ടർതാലൻസിസ് ആധുനിക മനുഷ്യൻ്റെ സമകാലികൻ യൂറോപ്പ്, ഏഷ്യ. ഹോമോ സാപ്പിയൻസ് ആധുനിക മനുഷ്യൻ, ഫ്രാൻസ്. അടുത്ത ക്വസ്റ്റ്യൻ, ഹ്യൂഗോ ഡിബ്രിസ് ഏത് രാജ്യക്കാരനാണ്? ഡച്ചുകാരനാണ്. ജീനുകൾ സംഭവിക്കുന്ന ആകസ്മിക മാറ്റങ്ങളാണ് ഉൽപരിവർത്തനം. ഉൽപരിവർത്തനത്തിന് പാരമ്പര്യമായിട്ട് കൈമാറ്റം ചെയ്യുന്നത് വഴി പുതിയ ജീവജാതികൾ രൂപപ്പെടുന്നു എന്ന് വിശദീകരിക്കുന്ന സിദ്ധാന്തം ഏത്? ഉൽപരിവർത്തന സിദ്ധാന്തം. ഒരേ ഘടനയുള്ളതും വ്യത്യസ്ത ധർമ്മങ്ങൾ നിർവഹിക്കുന്നതുമായിട്ടുള്ള അവയവങ്ങൾ അനുരൂപ അവയവങ്ങൾ. പ്രകൃതി നിർദ്ധാരണ സിദ്ധാന്തം ആവിഷ്കരിച്ചത് ചാൾസ് ഡാർവിനാണ്. സ്വയാർജിത സ്വഭാവങ്ങൾ തലമുറകളിലൂടെ കൂട്ടിച്ചേർത്ത് പുതിയ ജീവജാതികൾ രൂപപ്പെടുന്നു എന്ന് വിശദീകരിച്ച ശാസ്ത്രജ്ഞൻ ലാമാർക്ക്. അടുത്തത്, ഏറ്റവും ലഘുഘടനയുള്ള ജീവിയാണ് വൈറസുകൾ. ഒരു ജീവകോശത്തിനുള്ളിലല്ലാതെ വളരാനോ പ്രത്യുൽപാദനം നടത്താനോ കഴിവില്ലാത്ത ജീവകണങ്ങളാണ് വൈറസുകൾ. ഇവയ്ക്ക് കോശരൂപമോ ഉള്ളിൽ പ്രോട്ടോപ്ലാസമോ മർമ്മമോ മറ്റ് കോശാംഗങ്ങളോ കാണപ്പെടുന്നില്ല. അറിയപ്പെടുന്ന ആദ്യത്തെ വൈറസ് പുകയില മൊസൈക്ക് വൈറസാണ്. വൈറസുകളെക്കുറിച്ച് പഠിക്കുന്ന ശാസ്ത്രശാഖ വൈറോളജിയാണ്. വൈറസ് കണ്ടുപിടിച്ച ശാസ്ത്രജ്ഞൻ ദിമിത്രി ഇവാനോവ്സ്കിയാണ്. ഏറ്റവും വലിയ വൈറസ് വേരിയോള വൈറസാണ്. RNA വൈറസ് രോഗങ്ങളാണ് എയ്ഡ്സ്, സാർസ്, പോളിയോ, റാബിസ്. DNA വൈറസിൻ്റെ ഉദാഹരണങ്ങൾ പോക്സ് വൈറസ് ആണ്. ജീവകോശങ്ങളിൽ എത്തുമ്പോൾ മാത്രം ജീവലക്ഷണം കാണിക്കുന്ന ജൈവ കണികകളാണ് വൈറസുകൾ. വൈറസുകൾ മൂലം കരളിലുണ്ടാകുന്ന രോഗമാണ് ഹെപ്പറ്റൈറ്റിസ്. പ്രോട്ടീൻ ആവരണത്തിനുള്ളിൽ DNA അല്ലെങ്കിൽ RNA തന്മാത്രകൾ ഉൾക്കൊള്ളുന്ന ലഘുഘടനയാണ് വൈറസ്. ജീവിതശൈലീ രോഗങ്ങൾ കാരണമാണ് വ്യായാമമില്ലായ്മ, മദ്യപാനം, മാനസിക സംഘർഷം. ജീവിതശൈലീ രോഗങ്ങൾക്കുദാഹരണം ഡയബറ്റീസ്, ഹൈപ്പർ ടെൻഷൻ, പൊണ്ണത്തടി, പക്ഷാഘാതം, ഹൃദ്രോഗങ്ങൾ. ഫാറ്റി ലിവർ ഒരു ജീവിതശൈലീ രോഗമാണ്. കരളിൽ കൊഴുപ്പടിയൽ എന്ന് ലളിതമായിട്ട് പറയാവുന്ന ഒരു അസുഖമാണ് ഫാറ്റി ലിവർ. കരളിൽ നിറയുന്ന കൊഴുപ്പിൻ്റെ പ്രവർത്തനം മൂലം കോശങ്ങൾ തകരാർ സംഭവിക്കുകയും നീർക്കെട്ട് ഉണ്ടാവുകയും ചെയ്യുന്നു. കരൾ വീക്കത്തിൻ്റെ പ്രധാന കാരണം മദ്യപാനമാണ്. ഇൻസുലിൻ കുറവോ പ്രവർത്തന വൈകല്യമോ കാരണം ഉണ്ടാകുന്ന രോഗം പ്രമേഹമാണ്. മസ്തിഷ്കത്തിലെ രക്തക്കുഴലുകൾ പൊട്ടുന്നതും രക്തപ്രവാഹം തടസ്സപ്പെടുന്നതും മൂലമുണ്ടാകുന്ന രോഗം പക്ഷാഘാതം. കൊഴുപ്പടിഞ്ഞ് രക്തധമനികളുടെ വ്യാസം കുറയുന്നത് കൊണ്ട് മനുഷ്യരിൽ കാണപ്പെടുന്ന രോഗമാണ് അമിത രക്തസമ്മർദ്ദം. ഹൃദയത്തിലേക്ക് രക്തം എത്തിക്കുന്ന കൊറോണറി ധമനികളിൽ കൊഴുപ്പടിഞ്ഞ് രക്തപ്രവാഹം തടസ്സപ്പെടുന്നതാണ് ഹൃദയാഘാതം. രോഗകാരികളായിട്ടുള്ള സൂക്ഷ്മജീവികൾ ശരീരത്തിൽ പ്രവേശിക്കുന്നത് മൂലം ഉണ്ടാകുന്നതും ഒരാളിൽ നിന്നും മറ്റൊരാളിലേക്ക് പകരുന്നതുമായിട്ടുള്ള രോഗങ്ങളാണ് സാംക്രമിക രോഗങ്ങൾ. ഡെങ്കിപ്പനി, ചിക്കുൻഗുനിയ. രോഗാണു ശരീരത്തിൽ പ്രവേശിച്ച് രോഗാണു ലക്ഷണം തുടങ്ങുന്നത് വരെയുള്ള കാലയളവാണ് ഇൻക്യുബേഷൻ പീരീഡ്. അടുത്ത ക്വസ്റ്റ്യൻ, ലോകകാരി രോഗം. ബാക്ടീരിയ, നെൽച്ചെടിയിലെ ബ്ലൈറ്റ് രോഗം, വഴുതനയിലെ വാട്ടരോഗം, വൈറസ്, പയർ, മരച്ചീനി എന്നിവയിലെ മൊസൈക്ക് രോഗം, വാഴയിലെ കുറുനാമ്പ് രോഗം, ഫംഗസ്, കുരുമുളകിൻ്റെ ദ്രുതവാട്ടം, തെങ്ങിൻ്റെ കൂമ്പുചീഴൽ.
അടുത്ത ക്വസ്റ്റ്യൻ, മാറലിന് പിന്നിലായി സ്ഥിതി ചെയ്യുന്ന അന്തസ്രാവി ഗ്രന്ഥിയാണ് തൈമസ് ഗ്രന്ഥി. ശൈശവഘട്ടത്തിൽ വളരെ സജീവമായി പ്രവർത്തിക്കുകയും പ്രായപൂർത്തി ആകുമ്പോൾ ചുരുങ്ങുകയും ചെയ്യുന്ന ഗ്രന്ഥിയാണ് തൈമസ് ഗ്രന്ഥി. ശരീരത്തിൽ രോഗപ്രതിരോധ പ്രവർത്തനത്തെ സഹായിക്കുന്ന ടി ലിംഫോസൈറ്റുകളുടെ പാകപ്പെടലിനെയും പ്രവർത്തനത്തെയും നിയന്ത്രിക്കുന്ന ഗ്രന്ഥിയാണ് തൈമസ് ഗ്രന്ഥി. തൈമസ് ഗ്രന്ഥി ഉൽപ്പാദിപ്പിക്കുന്ന ഹോർമോണാണ് തൈമോസിൻ. മനുഷ്യനിലെ രാസസന്ദേശവാഹകർ എന്നറിയപ്പെടുന്ന ഹോർമോണുകളാണ്. ഹോർമോൺ എന്ന വാക്ക് ആദ്യമായി നിർദ്ദേശിച്ചത് E.S. സ്റ്റാർലിംഗ് ആണ്. സൊമാറ്റോട്രോപ്പിൻ ഉൽപ്പാദിപ്പിക്കുന്ന ഗ്രന്ഥിയാണ് പീയൂഷ ഗ്രന്ഥി. സൊമാറ്റോട്രോപ്പിൻ്റെ അളവ് കുറയുന്നത് മൂലമുണ്ടാകുന്ന രോഗമാണ് വാമനത്വം, ഡോർഫിസം. സൊമാറ്റോട്രോപ്പിൻ്റെ ഉൽപ്പാദനം അധികമാകുന്നതിൻ്റെ ഫലമായി കുട്ടികളിൽ ഉണ്ടാകുന്ന രോഗമാണ് ഭീമാകാരത്വം, ജജാൻഡിസം. വളർച്ചാഘട്ടത്തിന് ശേഷം സൊമാറ്റോട്രോപ്പിൻ്റെ ഉൽപ്പാദനം കൂടുന്നത് മൂലം മുഖം, താടിയെല്ല്, വിരലുകൾ എന്നിവയിലെ അസ്ഥികൾ വളരുന്ന അവസ്ഥയാണ് അക്രോമെഗലി. മുലപ്പാൽ ഉൽപ്പാദനത്തിന് സഹായിക്കുന്ന ഹോർമോണാണ് പ്രൊലാക്റ്റിൻ. പ്രൊലാക്റ്റിൻ ഉൽപ്പാദിപ്പിക്കുന്ന ഗ്രന്ഥിയാണ് പീയൂഷ ഗ്രന്ഥി. ഹൈപ്പോതലാമസ് ഉൽപ്പാദിപ്പിക്കുന്ന ഹോർമോണുകൾ ഓക്സിറ്റോസിനും വാസോപ്രസിനും. ഗർഭപാത്രത്തിലെ സങ്കോചത്തിന് സഹായിക്കുന്ന ഹോർമോണാണ് ഓക്സിറ്റോസിൻ. ശരീരത്തിലെ ജലത്തിൻ്റെ അളവ് ക്രമീകരിക്കുന്ന ഹോർമോൺ വാസോപ്രസിനാണ്. വാസോപ്രസിൻ്റെ അഭാവം മൂലം വൃക്കയിൽ ജലത്തിൻ്റെ പുനരാകിരണ തോത് കുറയ്ക്കുന്നത് മൂലം മൂത്രം കൂടിയ അളവിൽ പുറന്തള്ളപ്പെടുന്ന അവസ്ഥയാണ് ഡയബറ്റിസ് ഇൻസിപിഡസ്. തൈറോയിഡ് ഗ്രന്ഥി ഉൽപ്പാദിപ്പിക്കുന്ന ഹോർമോണുകളാണ് തൈറോക്സിനും കാൽസിറ്റോണിനും. തൈറോക്സിൻ്റെ കുറവ് മൂലം കുട്ടികളിൽ ഉണ്ടാകുന്ന രോഗം ക്രെട്ടിനിസം. തൈറോക്സിൻ്റെ കുറവ് മൂലം മുതിർന്നവരിൽ ഉണ്ടാകുന്ന രോഗം മിക്സഡിമ. തൈറോയിഡിൻ്റെ അമിതോൽപാദനം മൂലമുണ്ടാകുന്ന രോഗം എക്സോസ്താൽഫിക് ഗോയിറ്റർ. രക്തത്തിലെ അധികമുള്ള കാൽസ്യത്തിൻ്റെ അളവ് കുറച്ച് സാധാരണ നിലയിലേക്ക് എത്തിക്കുന്ന ഹോർമോണാണ് കാൽസിറ്റോണിൻ. രക്തത്തിലെ കാൽസ്യത്തിൻ്റെ അളവ് കുറയുമ്പോൾ കാൽസ്യത്തിൻ്റെ തോത് ഉയർത്തി സാധാരണ നിലയിൽ ഹോർമോൺ പാരാതെർമോണാണ്. അടുത്ത ക്വസ്റ്റ്യൻ, പാരാതെർമോൺ ഉൽപ്പാദിപ്പിക്കുന്ന ഗ്രന്ഥി പാരാതൈറോയിഡ് ഗ്രന്ഥിയാണ്. പാരാതെർമോണിൻ്റെ അഭാവത്തിൽ ഉണ്ടാകുന്ന രോഗം ടെറ്റനിയാണ്. പാൻക്രിയാസ് ഉൽപ്പാദിപ്പിക്കുന്ന രണ്ട് ഹോർമോണുകളാണ് ഗ്ലൂക്കഗോണും ഇൻസുലിനും. രക്തത്തിലെ ഗ്ലൈക്കോജനെ ഗ്ലൂക്കോസാക്കി മാറ്റുന്ന ഹോർമോണാണ് ഗ്ലൂക്കഗോൺ. രക്തത്തിലെ അധികമുള്ള ഗ്ലൂക്കോസിനെ ഗ്ലൈക്കോജനാക്കി മാറ്റുന്ന ഹോർമോണാണ് ഇൻസുലിൻ. ഭയം ഉണ്ടാകുന്ന അവസരങ്ങളിൽ ശരീരത്തിൽ ഉൽപ്പാദിപ്പിക്കുന്ന ഹോർമോണാണ് അഡ്രിനാലിൻ. തൈമസ് ഗ്രന്ഥി ഉൽപ്പാദിപ്പിക്കുന്ന ഹോർമോണാണ് തൈമോസിൻ. പീനിയൽ ഗ്രന്ഥി ഉൽപ്പാദിപ്പിക്കുന്ന ഹോർമോണാണ് സെറാട്ടോണിൻ, മെലാറ്റോണിൻ. അണ്ഡാശയങ്ങൾ ഉൽപ്പാദിപ്പിക്കുന്ന ഹോർമോണുകളാണ് ഈസ്ട്രജൻ, പ്രൊജസ്ട്രോൺ. വൃഷ്ണങ്ങൾ ഉൽപ്പാദിപ്പിക്കുന്ന ഹോർമോൺ ടെസ്റ്റോസ്റ്റിറോണാണ്. വൃക്ക ഉൽപ്പാദിപ്പിക്കുന്ന ഹോർമോണുകളാണ് റെനിനും എറിത്രോപോയറ്റിനും. അടുത്ത ക്വസ്റ്റ്യൻ, കേരളത്തിലെ സാമൂഹ്യ പരിഷ്കർത്താക്കളിൽ ആദ്യത്തെയാൾ എന്ന വൈകുണ്ഠസ്വാമികൾ. ദക്ഷിണേന്ത്യയിൽ ആദ്യമായി കണ്ണാടി പ്രതിഷ്ഠ നടത്തിയത് വൈകുണ്ഠസ്വാമികൾ. വൈകുണ്ഠസ്വാമികൾ ജനിച്ചത് ശാസ്താംകോവിലാണ്, കന്യാകുമാരി. സമപന്തി ഭോജനം നടത്തിയ വൈകുണ്ഠസ്വാമികൾ ചാന്നാർ ലഹള അഥവാ മേൽമുണ്ട് സമരവുമായിട്ട് ബന്ധപ്പെട്ട സാമൂഹ്യ പരിഷ്കർത്താവ് വൈകുണ്ഠസ്വാമികൾ. ഊഴിയം വേല എന്ന അടിമപ്പണി നിർത്തലാക്കാൻ പ്രയത്നിച്ച നവോത്ഥാന നായകൻ വൈകുണ്ഠസ്വാമികൾ. സമ്പൂർണ്ണദേവൻ എന്നറിയപ്പെട്ടിരുന്നത് വൈകുണ്ഠസ്വാമികൾ. കേരളത്തിലെ ആദ്യത്തെ സാമൂഹ്യ പരിഷ്കരണ പ്രസ്ഥാനവുമായി പരിഗണിക്കപ്പെടുന്ന സമത്വ സമാജം സ്ഥാപിച്ചത് വൈകുണ്ഠസ്വാമികൾ. 1836 ശുചീന്ദ്രം ക്ഷേത്രത്തിലെ രഥത്തിൻ്റെ കയർ പരസ്യമായി വലിച്ച് ആചാരം ലംഘിച്ച നേതാവ് വൈകുണ്ഠസ്വാമികൾ. വൈകുണ്ഠസ്വാമികളുടെ പ്രധാന ശിഷ്യൻ തൈക്കാട് അയ്യ. സ്വാതി തിരുനാളിൻ്റെ കാലത്ത് വൈകുണ്ഠസ്വാമികളെ അറസ്റ്റ് ചെയ്ത് ജയിലിൽ പാർപ്പിച്ചിരുന്ന സ്ഥലം ശിങ്കാരത്തോപ്പ്. വേല ചെയ്താൽ കൂലി കിട്ടണം എന്നത് ആരുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു? വൈകുണ്ഠസ്വാമികൾ. ബ്രിട്ടീഷ് ഭരണത്തെ വെണ്ണീച്ച ഭരണം എന്ന് പറഞ്ഞത് വൈകുണ്ഠസ്വാമികൾ. തിരുവിതാംകൂറിലെ ഭരണത്തെ കരിനീച്ച ഭരണം എന്ന് വിശേഷിപ്പിച്ചത് വൈകുണ്ഠസ്വാമികൾ. തിരുവിതാംകൂർ രാജാവിനെ അനന്തപുരിയിലെ നീചൻ എന്ന് വിശേഷിപ്പിച്ചത് വൈകുണ്ഠസ്വാമികൾ. വൈകുണ്ഠസ്വാമികൾ സ്ഥാപിച്ച മതം അയ്യാവഴി. അയ്യാവഴിയുടെ ചിഹ്നം തീച്ചോല വഹിക്കുന്ന താമര. അയ്യാവഴി മതത്തിൻ്റെ പുണ്യസ്ഥലം ദജ്ജനം.
അയ്യാവഴിയുടെ പ്രധാന ക്ഷേത്രങ്ങൾ. പൊതുവെ അറിയപ്പെടുന്ന പേര് പതികൾ. വൈകുണ്ഠസ്വാമികളുടെ കൃതികൾ അഖിലത്തിരുട്ട്, അമ്മാനെ, അരുൾനൂൽ. അയ്യാവഴിയുടെ ബൈബിൾ എന്നറിയപ്പെടുന്നത് അഖിലത്തിരുട്ട്, അമ്മാനെ. ചാന്നാർ ലഹള നടന്ന വർഷം 1859. ചാന്നാർ ലഹളയുടെ മറ്റൊരു പേര് മേൽമുണ്ട് സമരം. ചാന്നാർ സ്ത്രീകൾ മാറുമറയ്ക്കുവാനുള്ള അനുവാദം നൽകിക്കൊണ്ട് വിളംബരം പുറപ്പെടുവിച്ചത് ഉത്രം തിരുനാൾ മാർത്താണ്ഡവർമ്മ. അടുത്തത് സ്വദേശാഭിമാനി പത്രത്തിൻ്റെ സ്ഥാപകൻ വക്കം അബ്ദുൽ ഖാദർ മൗലവി. സ്വദേശാഭിമാനി പത്രം ആരംഭിച്ച വർഷം 1905. സ്വദേശാഭിമാനി പത്രം ആരംഭിച്ച സ്ഥലം അഞ്ചുതെങ്ങ്. സ്വദേശാഭിമാനി പത്രത്തിൻ്റെ ആപ്തവാക്യം ഭയകൗടില്യങ്ങൾ ലോപങ്ങൾ വിളർക്കിലൊഴു നാടിനെ. സ്വദേശാഭിമാനി രാമകൃഷ്ണപിള്ളയുടെ ജന്മസ്ഥലം നെയ്യാറ്റിൻകര. സ്വദേശാഭിമാനി രാമകൃഷ്ണപിള്ളയുടെ ജന്മഗൃഹം കൂടില്ല വീട്. സ്വദേശാഭിമാനി രാമകൃഷ്ണയെ നാടുകടത്തിയ സമയത്ത് തിരുവിതാംകൂർ രാജാവ് ശ്രീമൂലം തിരുനാൾ. തിരുവിതാംകൂർ സർക്കാർ കണ്ടുകെട്ടിയ സ്വദേശാഭിമാനി പ്രസ് അനന്തരാവകാശികൾക്ക് വിട്ടുകൊടുത്തത് EMS സർക്കാരാണ്. പത്രപ്രവർത്തനത്തെക്കുറിച്ചുള്ള മലയാളത്തിലെ ആദ്യത്തെ പുസ്തകം വൃത്താന്ത പത്രപ്രവർത്തനം. പത്രപ്രവർത്തകരുടെ ബൈബിൾ എന്നറിയപ്പെടുന്ന രാമകൃഷ്ണപിള്ളയുടെ കൃതിയാണ് വൃത്താന്ത പത്രപ്രവർത്തനം. കേരളൻ എന്ന മാസിക ആരംഭിച്ചത് സ്വദേശാഭിമാനി രാമകൃഷ്ണപിള്ള. രാജാധികാരം പ്രജകളാൽ ദത്തമാണെന്ന് കേരളൻ എന്ന മാസികയിലൂടെ ഉദ്ഘോഷിച്ച വ്യക്തിയാണ് സ്വദേശാഭിമാനി രാമകൃഷ്ണപിള്ള. ഗാന്ധിജിയെക്കുറിച്ച് ആദ്യമായി മലയാളത്തിൽ രചന നടത്തിയത് സ്വദേശാഭിമാനി രാമകൃഷ്ണപിള്ളയാണ്. കേരളത്തെ ഒന്നായി കണ്ടുകൊണ്ട് മകൾക്ക് ഗോമതി എന്ന പേര് കൊടുത്ത നവോത്ഥാന നായകൻ. ഗോശ്രീ കൊച്ചി, മലബാർ, മദ്ദി, തിരുവിതാംകൂറിലെ ദുർഭരണത്തെ വിമർശിച്ചുകൊണ്ട് സ്വദേശാഭിമാനി രാമകൃഷ്ണപിള്ള രചിച്ച കൃതിയാണ് നരകത്തിൽ നിന്ന്. സ്വദേശാഭിമാനി രാമകൃഷ്ണപിള്ള സ്വദേശാഭിമാനി പത്രത്തിൻ്റെ എഡിറ്ററായ വർഷം 1906. സ്വദേശാഭിമാനി പത്രം നിരോധിച്ചത് 1910. സ്വദേശാഭിമാനി രാമകൃഷ്ണപിള്ളയെ നാടുകടത്തിയ വർഷം സ്വദേശാഭിമാനി രാമകൃഷ്ണപിള്ളയെ നാടുകടത്തിയ വർഷം 1910 സെപ്റ്റംബർ 26. സ്വദേശാഭിമാനി രാമകൃഷ്ണപിള്ളയെ നാടുകടത്തിയത് എവിടേക്കാണ്? തിരുനെൽവേലി. സ്വദേശാഭിമാനി രാമകൃഷ്ണപിള്ളയെ നാടുകടത്തിയ ദീവാനായിരുന്നു P. രാജഗോപാലാചാരി. സ്വദേശാഭിമാനി രാമകൃഷ്ണപിള്ളയുടെ ആത്മകഥ എൻ്റെ നാടുകടത്തൽ. സ്വദേശാഭിമാനി രാമകൃഷ്ണപിള്ളയുടെ ശവകുടീരം സ്ഥിതി ചെയ്യുന്നത് പയ്യാമ്പലം. സ്വദേശാഭിമാനി രാമകൃഷ്ണപിള്ളയുടെ പ്രതിമ സ്ഥിതി ചെയ്യുന്നത് പാളയം, തിരുവനന്തപുരം. മന്നത്ത് പത്മനാഭൻ. കേരളത്തിലെ മദൻ മോഹൻ മാളവ്യ എന്നറിയപ്പെടുന്നത് മന്നത്ത് പത്മനാഭൻ്റെ ജന്മസ്ഥലം പെരുന്നയാണ്. കേരളത്തിലെ മദൻ മോഹൻ മാളവ്യ മന്നത്ത് പത്മനാഭനെ വിശേഷിപ്പിച്ചത് സർദാർ KM പണിക്കരാണ്. ഭാരത കേസരി എന്നറിയപ്പെടുന്നത് മന്നത്ത് പത്മനാഭൻ. നായർ സർവീസ് സൊസൈറ്റി സ്ഥാപിച്ചത് മന്നത്ത് പത്മനാഭൻ. 1914 ഒക്ടോബർ 31 നായർ സർവീസ് സൊസൈറ്റിക്ക് രൂപം കൊടുത്തത്. ഗോഖലെയുടെ സർവൻസ് ഓഫ് ഇന്ത്യ സൊസൈറ്റിയുടെ മാതൃകയിൽ രൂപീകരിച്ച സംഘടനയാണ് NSS. NSSൻ്റെ ആദ്യ പ്രസിഡന്റ് K. കേളപ്പൻ. NSSൻ്റെ ആദ്യ സെക്രട്ടറി മന്നത്ത് പത്മനാഭൻ. NSSൻ്റെ ആദ്യ ട്രഷറർ പനങ്ങോട് കേശവ പണിക്കർ. നായർ സർവീസ് സൊസൈറ്റിയുടെ ആദ്യ പേര് നായർ ഭൃത്യജന സംഘം. നായർ ഭൃത്യജന സംഘം എന്ന പേര് നിർദ്ദേശിച്ചത് കപ്പന കണ്ണൻ മേനോൻ. നായർ സർവീസ് സൊസൈറ്റി എന്ന പേര് നിർദ്ദേശിച്ചത് പരമപിള്ള. NSSൻ്റെ മുഖപത്രം സർവീസാണ്. ആത്മകഥകൾ വ്യാഴവട്ട സ്മരണകൾ B. കല്യാണിക്കുട്ടിയമ്മ. ജീവിതം ഒരു സമരം അക്കാമ ചെറിയൻ. കണ്ണീരും കിനാവും VT ഭട്ടത്തിരിപ്പാട്. കഴിഞ്ഞ കാലം KP കേശവമേനോൻ. ജീവിത സമരം C. കേശവൻ. കൊഴിഞ്ഞ ഇലകൾ ജോസഫ് മുണ്ടശ്ശേരി. എൻ്റെ കഥ മാധവിക്കുട്ടി. അരങ്ങു കാണാത്ത നടൻ തിക്കൊടിയൻ. ജീവിത സ്മരണകൾ EV കൃഷ്ണപിള്ള. എൻ്റെ നാടക സ്മരണകൾ PJ ആൻ്റണി. ഒളിവിലെ ഓർമ്മകൾ തോപ്പിൽ ബാസി. എൻ്റെ കുതിപ്പും കിതപ്പും ഫാദർ ജോസഫ് വടക്കൻ. ആത്മകഥ KR ഗൗരിയമ്മ. കവിയുടെ കാൽപ്പാടുകൾ P. കുഞ്ഞിരാമൻ നായർ. ഓർമ്മയുടെ അറകൾ വൈക്കം മുഹമ്മദ് ബഷീർ. ഓർമ്മയുടെ ഓളങ്ങളിൽ G. ശങ്കരക്കുറുപ്പ്. എൻ്റെ വക്കീൽ ജീവിതം തകഴി. സർവീസ് സ്റ്റോറി മലയാറ്റൂർ രാമകൃഷ്ണൻ. അടുത്ത ക്വസ്റ്റ്യൻ. ആറ്റിങ്ങൽ കലാപം നടന്ന വർഷം 1721 ഏപ്രിൽ 15. കേരളത്തിൽ ബ്രിട്ടീഷുകാർക്കെതിരെ നടന്ന ആദ്യ സംഘടിത കലാപം ആറ്റിങ്ങൽ കലാപം. ആറ്റിങ്ങൽ കലാപം നടന്ന സമയത്തെ വേണാട് രാജാവ് ആദിത്യവർമ്മ. കലാപത്തിൽ വധിക്കപ്പെട്ട ബ്രിട്ടീഷ് ഉദ്യോഗസ്ഥൻ ഗിഫോർഡ്.
ആറ്റിങ്ങൽ കലാപത്തിൻ്റെ പ്രധാന കാരണങ്ങൾ വൻതോതിലുള്ള അഴിമതി, കുരുമുളക് വിലയിൽ കമ്പനി കാണിച്ച ക്രമക്കേട്. ബ്രിട്ടീഷുകാർക്കെതിരെ കേരളത്തിൽ നടന്ന ആദ്യ കലാപം അഞ്ചുതെങ്ങ് കലാപം 1697. ബ്രിട്ടീഷുകാർക്കെതിരെ കേരളത്തിൽ നടന്ന ആദ്യ സംഘടിത കലാപം ആറ്റിങ്ങൽ കലാപം 1721. തലശ്ശേരിയിൽ നിന്നുള്ള ബ്രിട്ടീഷ് സൈന്യമാണ് ആറ്റിങ്ങൽ കലാപം അടിച്ചമർത്തിയത്. 2021 ഏപ്രിൽ 15 300-ാം വാർഷികം ആഘോഷിച്ച കേരളത്തിലെ ബ്രിട്ടീഷ് വിരുദ്ധ പോരാട്ടം ആറ്റിങ്ങൽ കലാപം. ആറ്റിങ്ങൽ കലാപാനന്തരം 1723 ഒപ്പുവെച്ച ഉടമ്പടിയാണ് വേണാട് ഉടമ്പടി. ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി ഒരു ഇന്ത്യൻ നാട്ടുരാജ്യവുമായിട്ട് ഒപ്പുവെക്കുന്ന ആദ്യത്തെ ഉടമ്പടിയാണ് വേണാട് ഉടമ്പടി. മാർത്താണ്ഡവർമ്മ, അലക്സാണ്ടർ ഓം എന്നിവർക്ക് ചേർന്നിട്ട് 1723 ഒപ്പുവെച്ച ഉടമ്പടി വേണാട് ഉടമ്പടി. അടുത്ത ക്വസ്റ്റ്യൻ, ആധുനിക തിരുവിതാംകൂറിൻ്റെ സുവർണകാലം എന്നറിയപ്പെട്ടിരുന്നത് സ്വാതി തിരുനാളിൻ്റെ കാലഘട്ടം. ഗർഭശ്രീമാൻ, ദക്ഷിണഭോജൻ എന്നീ പേരുകളിൽ അറിയപ്പെട്ടിരുന്ന തിരുവിതാംകൂർ രാജാവ് സ്വാതി തിരുനാൾ. സംഗീതജ്ഞരിലെ രാജാവ്, രാജാക്കന്മാരിലെ സംഗീതജ്ഞൻ എന്നീ പേരുകളിൽ അറിയപ്പെട്ടിരുന്നത് സ്വാതി തിരുനാൾ. സ്വാതി തിരുനാളിൻ്റെ യഥാർത്ഥ പേര് രാമവർമ്മ. ഹജൂർ കച്ചേരി കൊല്ലത്തു നിന്നും തിരുവനന്തപുരത്തേക്ക് മാറ്റിയ ഭരണാധികാരി സ്വാതി തിരുനാൾ. ശുചീന്ദ്രം കൈമുക്ക് നിർത്തലാക്കിയ ഭരണാധികാരി സ്വാതി തിരുനാൾ. സ്വാതി തിരുനാളിൻ്റെ ആസ്ഥാന കവി ഇരയിമ്മൻ തമ്പി. ഓമനത്തിങ്കൾ കിടാവോ എന്ന താരാട്ടുഗാനം രചിച്ചത് ഇരയിമ്മൻ തമ്പി. തിരുവനന്തപുരം മൃഗശാല, നക്ഷത്ര ബംഗ്ലാവ്, തൈക്കാട് ആശുപത്രി, കുതിരമാളിക എന്നിവ പണി കഴിപ്പിച്ചത് സ്വാതി തിരുനാൾ. പെറ്റി സിവിൽ കേസുകളും പോലീസ് കേസുകളും കേൾക്കാൻ മുൻസിഫ് കോടതികൾ സ്ഥാപിച്ചത് സ്വാതി തിരുനാൾ. തിരുവനന്തപുരത്ത് ഗവൺമെൻറ് പ്രസ് സ്ഥാപിച്ചത് സ്വാതി തിരുനാൾ. കേരളത്തിലെ ആദ്യ ഗ്രന്ഥശാലയായിട്ടുള്ള തിരുവനന്തപുരം പബ്ലിക് ലൈബ്രറി സ്ഥാപിച്ചു. സ്റ്റാമ്പിൽ പ്രത്യക്ഷപ്പെട്ട കേരളത്തിലെ ആദ്യ രാജാവ് സ്വാതി തിരുനാൾ. തിരുവിതാംകൂറിൽ ഇംഗ്ലീഷ് വിദ്യാഭ്യാസം ആരംഭിച്ചത് സ്വാതി തിരുനാൾ. തിരുവിതാംകൂറിൽ വാനനിരീക്ഷണ കേന്ദ്രം സ്ഥാപിച്ചത് സ്വാതി തിരുനാൾ. തിരുവനന്തപുരത്ത് രാജാസ് ഫ്രീ സ്കൂൾ സ്ഥാപിച്ചത് സ്വാതി തിരുനാൾ. സ്വാതി തിരുനാളിൻ്റെ കാലത്ത് വളർച്ച പ്രാപിച്ച നൃത്തരൂപം മോഹിനിയാട്ടം. സ്വാതി തിരുനാളിൻ്റെ രചനകൾ ഭക്തിമഞ്ജരി, ഉത്സവ പ്രബന്ധം, ശ്രീ പത്മനാഭ ശതകം, ശ്യാനന്തൂരപുര വർണ്ണന പ്രബന്ധം. അടുത്തത്, തിരുവിതാംകൂർ സേനയ്ക്ക് നായർ ബ്രിഗേഡ് എന്ന പേര് നൽകിയത് ഭരണാധികാരി സ്വാതി തിരുനാൾ. തിരുവിതാംകൂർ സ്വാതി തിരുനാളിൻ്റെ കാലത്ത് ആദ്യ സെൻസസ് നടന്ന വർഷം 1836. ചട്ടമ്പി സ്വാമികളുടെ ജന്മസ്ഥലം കണ്ണൻമൂല, കൊല്ലൂര്. ചട്ടമ്പി സ്വാമികൾ ജനിച്ച വർഷം 1853 ഓഗസ്റ്റ് 25. ചട്ടമ്പി സ്വാമികളുടെ യഥാർത്ഥ നാമം അയ്യപ്പൻ. ചട്ടമ്പി സ്വാമികളുടെ ആദ്യകാല നാമം കുഞ്ഞൻപിള്ള. ചട്ടമ്പി സ്വാമികളുടെ ഗുരു തൈക്കാട് അയ്യ. ചട്ടമ്പി സ്വാമികൾക്ക് ആദ്യകാല ഗുരു പേട്ടയിൽ രാമൻപിള്ള ആശാൻ. സംസ്കൃതത്തിലും വേദോപനിഷത്തുകളിലും യോഗവിദ്യയിലും ചട്ടമ്പി സ്വാമികളുടെ ഗുരു സുബ്ബജട പാടികൾ. ചട്ടമ്പി സ്വാമികളെ തമിഴ് വേദാന്ത ശാസ്ത്രം അഭ്യസിപ്പിച്ച ഗുരു സ്വാമിനാഥ ദേശികൾ. ചട്ടമ്പി സ്വാമികളുടെ ഹഠയോഗ വിദ്യ പഠിപ്പിച്ചത് ആരുടെ അടുത്തു നിന്നാണ്? തൈക്കാട് അയ്യ. അദ്ദേഹത്തെ ഒരു ഗരുഡനാണെങ്കിൽ ഞാൻ വെറുമൊരു കൊതുകാണ്. ചട്ടമ്പി സ്വാമി ആരെക്കുറിച്ചാണ് ഇങ്ങനെ വിശേഷിപ്പിച്ചത്? സ്വാമി വിവേകാനന്ദൻ. മലബാറിൽ ഞാനൊരു യഥാർത്ഥ മനുഷ്യനെ കണ്ടു എന്ന് ചട്ടമ്പി സ്വാമികളെ പറ്റി പറഞ്ഞത് ആര്? വിവേകാനന്ദൻ. അപ്പോൾ ഇത്രയുമാണ് കേട്ടോ ഇന്നത്തെ ക്ലാസ്സിൽ ഉൾപ്പെടുത്തുന്നത്. താങ്ക് യു ഓൾ.